സ്റ്റാർട്ട് ചെയ്തോ? പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തോ? പോർഷൻസ് ഒക്കെ നോക്കിയായിരുന്നോ? ഒന്ന് നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് നിർമ്മൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഹലോ. ഓക്കെ, അപ്പൊ നമുക്ക് മോഡ്യൂൾ 1 നമുക്ക് ഇമ്പോർട്ടന്റ് വരുന്ന ടോപ്പിക്സ് നമുക്ക് ഞാൻ എടുക്കുന്നത് മോഡ്യൂൾ വൈസ് ആണ്. മോഡ്യൂൾ വൈസ് ഷോർട്ട് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ SI ക്വസ്റ്റ്യൻസും. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യന് അതിന് നിങ്ങൾ ഇവാലുവേഷൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്കീം ഓഫ് ഇവാലുവേഷൻസ് വെച്ചിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സ്ലൈഡ്. അപ്പൊ നിങ്ങൾ എന്തൊക്കെ പോയിന്റ്സ് എഴുതിയാലാണ് നമുക്കൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മോഡ്യൂൾ 1 നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കിർച്ചോഫ് ലോ എന്താണ്. അപ്പൊ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ കാണാവുന്നതാണ് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ കിർച്ചോഫ് ലോസ്. ഇപ്പോൾ കിർച്ചോഫ് ലോസ് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. കിർച്ചോഫ് വോൾട്ടേജ് ലോ, അതിനെയാണ് നമ്മൾ KVL എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കിർച്ചോഫ് കറന്റ് ലോ, അതാണ് KCL. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ സ്കീം ഓഫ് ഇവാലുവേഷൻ നമ്മുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലെ സ്കീം ഓഫ് ഇവാലുവേഷൻ വെച്ച് ഫസ്റ്റ് KVLന്റെ സ്റ്റേറ്റ്മെന്റിന് വിത്ത് എക്സാമ്പിൾ ആണെങ്കിൽ 2 മാർക്കും, KCL കിർച്ചോഫ് വോൾട്ടേജ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വിത്ത് എക്സാമ്പിൾ 2 മാർക്സും, അതേപോലെ തന്നെ കിർച്ചോഫ് കറന്റ് ലോ വിത്ത് സ്റ്റേറ്റ്മെന്റ് 2 മാർക്കുമാണ് വരുന്നത്. നമുക്കതൊന്ന് എന്തൊക്കെ പോയിന്റ്സ് ആണ് നിങ്ങൾ ഈ 4 മാർക്ക് നിങ്ങൾക്ക് മാക്സ് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി എന്തൊക്കെ പോയിന്റ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ കിർച്ചോഫ് ലോ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഫസ്റ്റ് നമുക്ക് കിർച്ചോഫ് കറന്റ് ലോ ആണ്. കിർച്ചോഫ് കറന്റ് ലോ തന്നെ നിങ്ങൾ എഴുതണം. കിർച്ചോഫ് ലോ 2 ടൈപ്പ് ഉണ്ട്, കിർച്ചോഫ് കറന്റ് ലോയും കിർച്ചോഫ് വോൾട്ടേജ് ലോയും. അപ്പോൾ കിർച്ചോഫ് കറന്റ് ലോനെയാണ് നമ്മൾ KCL എന്ന് പറയുന്നത് ഷോർട്ട് ആയിട്ട്. കിർച്ചോഫ് കറന്റ് ലോ പറയുന്നത് ഇൻ എ ജംഗ്ഷൻ അല്ലെങ്കിൽ ഒരു നോഡിലേക്ക് എൻറ്ററിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് വരുന്ന കറണ്ടുകൾ എൻറ്ററിങ് കറണ്ട് ഈസ് ഈക്വൽ ടു കറന്റ് ലീവിങ് ദ നോഡ്. നോഡ് ഓർ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് പോയിന്റ്സ് ഓഫ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോ കറണ്ട് എൻറ്ററിങ് കറണ്ട് ഈസ് ഈക്വൽ ടു കറന്റ് ലീവിങ് ദ നോഡ്. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ദ അൾജിബ്രിക് സം ഓഫ് കറന്റ് മീറ്റിംഗ് അറ്റ് ദ നോഡ് ഈസ് ഈക്വൽ ടു 0. പറഞ്ഞാൽ ആ ഒരു നോഡിലേക്ക് അല്ലെങ്കിൽ ആ ജംഗ്ഷനിലേക്ക് വരുന്ന എല്ലാ കറണ്ടിന്റെയും സം എടുക്കുമ്പോൾ 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ എൻറ്ററിങ് കറണ്ട് ഈസ് ഈക്വൽ ടു ലീവിങ് കറണ്ട്. നിങ്ങൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതണം. ഈ നമ്മൾ ലോസ് ഒക്കെ എഴുതുമ്പോൾ അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ എഴുതിയാലാണ് ഫുൾ മാർക്ക് കിട്ടുക. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ദ ആൾജിബ്രിക് സം ഓഫ് കറന്റ് മീറ്റിംഗ് അറ്റ് ദ നോഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതിയതിനു ശേഷം ഇങ്ങനെ സമ്മേഷൻ ഓഫ് current entering at the node is equal to summation of current leaving the node. Then ഈ പറഞ്ഞ പോലെ ഈ ഫിഗർ വരയ്ക്കണം. ഒരു ജസ്റ്റ് 4 ഒരു ജംഗ്ഷനിലേക്കോ നോഡിലേക്കോ 2 കറണ്ട് എൻറ്റർ ചെയ്യുന്നതായിട്ടും 2 കറണ്ട് ലീവ് ചെയ്യുന്നതായിട്ടും കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫിഗർ നോക്കി അറിയാൻ പറ്റും നമുക്ക് I1 ഉം I2 ആണ് എൻറ്ററിങ് കറണ്ട്, I3 I4 ലീവിങ് കറൻസുകളാണ്. അപ്പോ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എൻറ്ററിങ് കറണ്ട് ഈസ് ഈക്വൽ ടു ലീവിങ് കറണ്ട്. അപ്പൊ I1 പ്ലസ് I2 ഇസ് ഈക്വൽ ടു I3 പ്ലസ് I4. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് 2 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അതിന്റെ ഒരു ജസ്റ്റ് ആ ഒരു ഫിഗറിന്റെ ഒന്നും കൂടി ഒരു എക്സ്പ്ലനേഷനിൽ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ആ മീറ്റിംഗ് പോയിന്റിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇൻകമിങ് കറണ്ട് ഈസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്. ഇനി സെക്കൻഡ് ലോ എന്ന് പറയുന്നതാണ് നമ്മുടെ കിർച്ചോഫ് വോൾട്ടേജ് ലോ. അപ്പോൾ നെക്സ്റ്റ് കിർച്ചോഫ് വോൾട്ടേജ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്. ആ ക്ലോസ്ഡ് സർക്യൂട്ട് എന്നുള്ളതിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. ചുമ്മാ നമ്മൾ ആൽജിബ്രൈക് സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതൊരു കിർച്ചോഫ് വോൾട്ടേജ് ലോ ആവില്ല. ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് ദ ആൽജിബ്രൈക് സം ഓഫ് voltage drops in resistors and algebraic sum of EMFs acting around the circuit is equal to 0. അതാണ് അത് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. IR ഡ്രോപ്പ് വോൾട്ടേജിന്റെ ഡ്രോപ്പും അതേപോലെ അതിനകത്ത് വരുന്ന വോൾട്ടേജ് സോഴ്സിന്റെ സം എടുത്തിട്ടുണ്ടെങ്കിൽ 0 ആണ്. അപ്പോൾ അതിന് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എഴുതിയതിനു ശേഷം ജസ്റ്റ് ഒരു ഇലക്ട്രിക് സർക്യൂട്ട്, ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണ് ഫിഗറിൽ കാണുന്നത്. അപ്പോൾ ഈ ക്ലോസ്ഡ് സർക്യൂട്ടിൽ നമുക്ക് 2 വോൾട്ടേജ് സോഴ്സസ് ഉണ്ട്, 2 EMF ഉണ്ട്, E1 ഉം E2. അതുപോലെ തന്നെ 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്, R1 R2 R3. അപ്പോൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ വെച്ചുകൊണ്ട്
നമുക്ക് വോൾട്ടേജ് റൈസിങ് പൊട്ടൻഷ്യലിനെ നമ്മൾ പോസിറ്റീവ് പൊളാരിറ്റിയും ഫോളിങ് പൊട്ടൻഷ്യലിന് നെഗറ്റീവ് പൊളാരിറ്റിയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ കിർച്ചോഫ് വോൾട്ടേജ് ലോ വെച്ചുകൊണ്ട് നമ്മൾ ഇക്വേഷൻ എഴുതിയിരിക്കുന്നതാണ് E1 മൈനസ് V1 മൈനസ് V2 മൈനസ് E2 മൈനസ് V3 ഈസ് ഈക്വൽ ടു 0. ഇനി V1 V2 നമ്മൾ IR വോൾട്ടേജ് ഇൻറ്റു റെസിസ്റ്റർ IR ഡ്രോപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ സർക്യൂട്ട് വെച്ചുകൊണ്ട് I1 R1 മൈനസ് I2 R2 മൈനസ് I3 R3 കൊടുക്കും. അങ്ങനെ നമുക്ക് ഇവിടെ വരുന്ന മൂന്ന് രണ്ട് വോൾട്ടേജ് സോഴ്സസിന്റെ സമ്മ് ഈസ് ഈക്വൽ ടു അവിടെ വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ്, റെസിസ്റ്ററിൽ വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് R1ഉം R2ഉം R3യിലും വരുന്നതാണ് ആ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സർക്യൂട്ട് വരച്ചിട്ട് ഈ ലാസ്റ്റ് ഇക്വേഷൻ എഴുതിയാൽ മാത്രം, അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് ഇക്വേഷൻ നിങ്ങൾ എഴുതിയാൽ മാത്രമാണ് നമുക്ക് അവിടെ 2 മാർക്ക്, ഫുൾ മാർക്ക് 2 മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റുള്ളൂ. അപ്പൊ I1 നമ്മൾ ഇവിടെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്, അതിനെ നമ്മൾ വോൾട്ടേജിന്റെ കറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് വെച്ചോണ്ട് ഈ KVL ഇക്വേഷൻ എഴുതിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ ഫസ്റ്റ് നമ്മുടെ വോൾട്ടേജ് സോഴ്സ് E1ലെ റൈസിങ് പൊട്ടൻഷ്യൽ ആണ്, അപ്പൊ അവിടെ പോസിറ്റീവ് പൊളാരിറ്റി വന്നു. ദെൻ കറന്റിന്റെ ഡയറക്ഷൻ വെച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഫസ്റ്റ് റെസിസ്റ്റർ ആയ R1ല് ഫോളിങ് പൊട്ടൻഷ്യൽ ആണ്, അപ്പൊ അവിടെ മൈനസ് I1 R1 വരും. ദെൻ സെക്കൻഡ് റെസിസ്റ്ററിലും ഫോളിങ് പൊട്ടൻഷ്യൽ ആണ് വിത്ത് റെസ്പെക്ട് ടു കറന്റിന്റെ ഡയറക്ഷൻ, അപ്പൊ മൈനസ് I2 R2. ദെൻ E2ലേക്ക് വരുമ്പോൾ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ആകുമ്പോൾ ഫോളിങ് പൊട്ടൻഷ്യൽ ആണ്, അപ്പൊ മൈനസ് E2. ദെൻ എഗെയിൻ R3യുടെ കേസിൽ വരുമ്പോഴും അവിടെ ഫോളിങ് പൊട്ടൻഷ്യൽ. അങ്ങനെയാണ് നമ്മൾ KVL ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. I1 R1 പ്ലസ് I2 R2 പ്ലസ് I3 R3 ഈസ് ഈക്വൽ ടു E1 മൈനസ് E2. E1ല് കറന്റിന്റെ വിത്ത് റെസ്പെക്ട് ടു കറന്റിന്റെ ഡയറക്ഷൻ നോക്കുമ്പോൾ റൈസിങ് പൊട്ടൻഷ്യലും E2ന്റെ കേസിൽ ഫോളിങ് പൊട്ടൻഷ്യലും ആണ്. അപ്പോ ആ KVLന്റെ ഇക്വേഷൻ എഴുതിയതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ പറയുന്നത് ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ നന്നായിരുന്നു. ഹലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് കിർച്ചോഫ് ലോ സ്കിപ്പ് ചെയ്യരുത്. കിർച്ചോഫ് ലോ എന്ന സ്റ്റേറ്റ്മെന്റും ഫിഗറും കൂടി വരച്ചാൽ മാത്രമാണ് കിർച്ചോഫ് കറന്റ് ലോയും വോൾട്ടേജ് ലോയും 4 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്തോട്ടെ. ഹലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനില് ഒന്ന് ഇന്ററാക്ട് ചെയ്യാമോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ നമ്മള് സീരീസ് സർക്യൂട്ടും പാരലൽ സർക്യൂട്ടും ആണ്. ഈ ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ നിങ്ങളെ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? കിർച്ചോഫ് ലോ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ് ഒരു ഇക്വലന്റ് സർക്യൂട്ട് സോൾവ് ചെയ്യാൻ പറഞ്ഞു. കുറെ ഇങ്ങനെ റെസിസ്റ്റേഴ്സ് സീരീസും പാരലൽ ആയിട്ട് തരും, അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് സോൾവ് ചെയ്യാൻ തരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങളെ ക്ലാസ്സിൽ ചെയ്യിച്ചിട്ടുണ്ടോ? ഇതെങ്ങനെയാന്നുള്ളത് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലവരൊക്കെ സ്കിപ്പ് ചെയ്യും ഇത്ര, പക്ഷെ അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ലോജിക് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റേഴ്സ് സീരീസും പാരലലും ആണെങ്കിൽ, റെസിസ്റ്റേഴ്സ് സീരീസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നോർമലി ആഡ് ആണ് ചെയ്യുന്നത്. പാരലൽ ആണെങ്കിലോ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫൈൻഡ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് അക്രോസ് AB എന്ന് പറഞ്ഞിട്ട് ഈ സർക്യൂട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആ സ്കീം ഓഫ് ഇവാലുവേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഫസ്റ്റ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിനും 1 മാർക്ക് ഈച്ച്, അങ്ങനെ ഫൈനൽ ഇത് വരുമ്പോഴാണ് നമുക്ക് 4 മാർക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്നുണ്ടോ? നമ്മൾ ഈ +2 ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെയാണ്. ഈ സർക്യൂട്ടിന്റെ നമ്മുടെ ഈ ഏറ്റവും ലെഫ്റ്റ് എൻഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 25ഉം 75ഉം എന്താണ്? സ്ക്രീൻ വിസിബിൾ അല്ലേ? ഹലോ ഓക്കെ. ഈ 25ഉം 75ഉം എന്താണ്? സീരീസ് ആണ്. അപ്പൊ നമ്മൾ എന്തായിട്ടാകും? 25 + 75 100 ഓം. ഈ 100 ഓം എഗെയിൻ പാരലൽ വിത്ത് എന്താണ്? അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 25 + 75 നമ്മൾ ആഡ് ചെയ്തു 100 ആയി. 100 പാരലൽ 100 പാരലൽ 100ന്റെ എന്തായി? നമ്മുടെ സർക്യൂട്ട് റെഡ്യൂസ് ചെയ്ത് 50 ആയി. ദെൻ എഗെയിൻ ആ 50യും എഗെയിൻ നെക്സ്റ്റ് വരുന്ന 50 എന്താണ്? സീരീസ് ആണ്. അപ്പൊ എഗെയിൻ നമുക്ക് 100 വന്നു. എഗെയിൻ 100 പാരലൽ എന്ത് വരും? എഗെയിൻ 50 ആയി. ദെൻ 50 എഗെയിൻ സീരീസ് വരും. അപ്പൊ 100 വന്നു.
then അങ്ങനെ നമ്മൾ സർക്യൂട്ട് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഫൈനലി ഇക്വലന്റ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നതാണ് 75 ഓം എന്നുള്ളത്. അതിന്റെ ഒരു ഡീറ്റെയിൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ നമ്മളൊരു സർക്യൂട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ആ സർക്യൂട്ട് സീരീസ് ആണോ പാരലൽ കണക്റ്റഡ് ആണോ എന്നുള്ളത്. ഇപ്പൊ സീരീസ് കണക്ഷൻ ആണ് എങ്ങനെയാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം? സീരീസ് കണക്ഷൻ ആണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എളുപ്പ വഴിയാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു പാത്തിക്കോടെ നമ്മുടെ വിരൽ ഓടിച്ചു നോക്കുമ്പോൾ അവിടെ ഒരു സ്പ്ലിറ്റിംഗ് ഒന്നുമില്ല, അതൊരു നേർ വഴി തന്നെ. ഇപ്പൊ ഞാൻ ഇവിടെ A to B പോകുമ്പോ എന്റെ ഇത് പോകുന്ന വഴി A to B ഡയറക്ട്ലി ഫ്ലോ ചെയ്യണം, അതൊരു സീരീസ് കണക്ഷൻ ആണെന്ന് നമുക്കറിയാൻ പറ്റും. ഇനി എന്നാ ഒരു പാരലൽ പാത്തിലേക്ക് വരുമ്പോൾ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഒരു പാരലൽ പാത്തിലേക്ക് വരുമ്പോൾ എന്തുണ്ട് അവിടെ? ഒരു എന്ന് നമ്മൾ അവിടെ എന്താ 3 ബ്രാഞ്ച് ആയിട്ട് 3 വഴിക്ക് അത് ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. അങ്ങനെയാണ് നമ്മൾ അത് സർക്യൂട്ട് സീരീസ് ആണോ പാരലൽ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ സീരീസിന്റെ റൂൾ അപ്ലൈ. സീരീസ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് നമ്മൾ വോൾട്ടേജ് എന്ത് ചെയ്താൽ റെസിസ്റ്റേഴ്സ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. പാരലൽ ആണെങ്കിൽ നമ്മൾ സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ നമ്മൾ റെസിസ്റ്റേഴ്സ് ആഡ് ചെയ്താൽ മതി. ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 പ്ലസ് R2 പ്ലസ് R3 ആയിരിക്കും. ഇനി പാരലൽ സർക്യൂട്ടിലേക്ക് വരുമ്പോഴോ R1 R2 R3, ഇപ്പൊ ഇവിടെ ഈ ബ്രാഞ്ച് ഈ സ്ലൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ എന്ന് ടോട്ടൽ കറണ്ട് ആയി എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം? I1 I2 I3 3 പാത്തിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോവാണ്. അപ്പൊ ഇതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1/R equivalent is equal to 1/R1 plus 1/R2 plus 1/R3. അങ്ങനെയാണ് അപ്പൊ അതിന്റെ ഇത് വരുമ്പോൾ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനില് നമുക്ക് ഫൈൻഡ് ദ കറണ്ട്, ഇക്വലന്റ് റെസിസ്റ്റൻസും കാണണം, അതേപോലെ തന്നെ കറണ്ട് ഫ്ലോ ത്രൂ ദ സർക്യൂട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഇതിനകത്ത് നോക്കി കഴിയുമ്പോൾ ഫസ്റ്റ് ഞാൻ ആ കാണിച്ചിരിക്കുന്ന പോലെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്താ, ഈ സർക്യൂട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് R3 R4 എന്താണ് ഇവിടെ? R3 R4 പാരലൽ ആണ്. R3 R4 പാരലൽ ആയി കഴിയുമ്പോൾ നമ്മൾ അവിടെ 1/R ഇക്വലന്റ് കണ്ടുപിടിക്കുകയാണ്. 1/R3 പ്ലസ് 1/R4, 1/8 പ്ലസ് 1/8 വരുമ്പോൾ 2/8 വരും. ഇപ്പൊ 1/4. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. റെസിപ്രോക്കൽ പാരലൽ സർക്യൂട്ട് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ എടുക്കാൻ മറന്നു പോകരുത്. ഇപ്പോ R34 എന്ന് പറയുന്നത് 1/R ഇക്വലന്റ് ആണ് 1/4. അപ്പൊ R ഇക്വലന്റ് എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. R equivalent എന്ന് പറയുന്നത് 4 ആണ്. ദെൻ നമ്മൾ അപ്പൊ അവിടെ റെഡ്യൂസ് ചെയ്ത് ഇവിടെ നമ്മുടെ സർക്യൂട്ടിലേക്ക് വരുമ്പോ എന്തായി? 4 ആയിട്ട് മാറി. ദെൻ ഇനി ഇവിടെ നോക്കി കഴിയുമ്പോ ഈ R2ഉം R34ഉം 4ഉം 6ഉം എന്താണ്? സീരീസ് ആണ്. 4ഉം 6ഉം സീരീസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പൊ 6 + 4 10 കിട്ടും. ഇതിനപ്പോ നമ്മുടെ സർക്യൂട്ട് റെഡ്യൂസ് ചെയ്ത് നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ സർക്യൂട്ട് റെഡ്യൂസ് ചെയ്ത് ഫിഗർ വരച്ചു പോകണം. ദെൻ ഇപ്പൊ നമ്മുടെ സർക്യൂട്ടിന്റെ ഞാൻ എഗെയിൻ റെഡ്യൂസ് ചെയ്ത ഫിഗർ ആണ് നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോ താഴെ 6 + 4 10 ആയി, മുകളിൽ നമുക്കൊരു 10 ഓം ഉണ്ട്. അപ്പൊ ഈ 10ഉം 10ഉം എന്താണ്? ഈ 10ഉം 10ഉം പാരലൽ ആണ്. അപ്പൊ എഗെയിൻ നമ്മൾ 1/10 + 1/10 എന്ന് പറഞ്ഞാൽ 2/10 വരും. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താകും? 5 ഓം കിട്ടി. അപ്പൊ നമ്മുടെ മുകളിലെ 10 പാരലൽ 10നെ നമ്മൾ എന്തായിട്ട് റെഡ്യൂസ് ചെയ്തു? താഴെ ഇവിടെ 5 ആയിട്ട് വന്നു. ദെൻ ഈ 5ഉം നമ്മുടെ സർക്യൂട്ട് എന്ത് ചെയ്താൽ മതി? ഇനി ആഡ് ചെയ്താൽ മതി. ഈ 5ഉം 3ഉം എന്താണ്? 5ഉം 3ഉം ഉണ്ട്, അതേപോലെ തന്നെ ഒരു 1 ഉണ്ട്. ഈ സർക്യൂട്ട് റെഡ്യൂസ് ആയി. R ഇക്വലന്റ് എന്ന് പറയുന്നത് 5 + 3 + 1, 5 + 3 + 1 9. അപ്പൊ R ഇക്വലന്റ് സർക്യൂട്ട് നമുക്ക് 9 ഓം കിട്ടി. ദെൻ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് കണ്ടോ? വോൾട്ടേജ് R ഇക്വലന്റ് 9 ഓം കിട്ടി. നമുക്ക് ഇവിടെ കറണ്ട് ആണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ഓംസിലോ വെച്ചുകൊണ്ട് V = IR ആണ് ഓംസിലോ. അപ്പൊ I = V/R ആണ്. അപ്പൊ നമുക്ക് ഇവിടെ V തന്നിട്ടുണ്ട് 9 വോൾട്ട് തന്നിട്ടുണ്ട്. അപ്പൊ കറണ്ട് I = 9/9 = 1. ഈ ഒരു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് 4 മാർക്കിന് ചോദിക്കാൻ ഇതുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ കറന്റ് ത്രൂ ദ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ അവിടുത്തെ സർക്യൂട്ട് സീരീസ് ബ്രാഞ്ചസ് സീരീസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യണം. പാരലലൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സർക്യൂട്ട് റെഡ്യൂസ് ചെയ്ത് കൊന്നിട്ട് നമ്മൾ ഇക്വലന്റ്
ഫൈനൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ദെൻ ഓംസ് ലോ അപ്ലൈ ചെയ്ത് കറണ്ട് ഫ്ലോ ത്രൂ ദ സർക്യൂട്ട് കണ്ടുപിടിക്കണം. അപ്പോ അത് ഈ സർക്യൂട്ട് റെഡ്യൂസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് നമുക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോർഷൻ ആണ് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ. അതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ തന്നെ സ്പീഡ് കൂടുതലാണോ എന്തെങ്കിലും ഒന്ന് ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഹലോ ഹലോ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് മൂവ് ചെയ്യാമോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ. സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷന് നമുക്ക് സിമ്പിൾ ആയിട്ട് ആ ഒരു ഇക്വേഷൻസ് വെച്ച് സോൾവ് ചെയ്യാവുന്നതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അതിൽ നിന്ന് ചോദിക്കാറ്. ഷോർട്ട് ആൻസറിലും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ എസ്സേയിലും നമുക്ക് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷന്റെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് 10 മാർക്കിനും. അപ്പോ നമുക്കിവിടെ ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഒരു സ്റ്റാറിനെ ഡെൽറ്റ ആക്കുന്നതാണ്. തിരിച്ച് നമുക്ക് ഒരു ഡെൽറ്റനെ സ്റ്റാർ ആക്കുന്നതും ഉണ്ട്. സ്റ്റാറിന് പറയുന്ന ഒരു വേറൊരു പേരാണ് നമ്മൾ വൈ പാറ്റേൺ എന്നും, ഡെൽറ്റേനെ നമ്മൾ പറയുന്ന പേരാണ് ഒരു ട്രയാങ്കുലർ ഷേപ്പ് എന്ന് പറഞ്ഞു അല്ലയോ. അപ്പോ ഫസ്റ്റ് ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഡെൽറ്റ സർക്യൂട്ട് അല്ലെങ്കിൽ ട്രയാങ്കുലറിനെ നമ്മൾ വൈ പാറ്റേണിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡെൽറ്റയിലെ റെസിസ്റ്റൻസ് ആണ് R1, R2, R3. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഡെൽറ്റ സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലറിൽ നമ്മൾ R1, R2, R3 കാണിച്ചിട്ടുണ്ട്. ദെൻ അതിനെ സ്റ്റാറിലേക്ക് മാറ്റുമ്പോൾ ഉള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് RA, RB, RC. അപ്പോ എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ഒരു ഡെൽറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സ്റ്റാർ ആക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡെൽറ്റയുടെ ഉള്ളിൽ ഞാൻ ഒരു സ്റ്റാർ വരച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോ ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ RA കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു വൈ പാറ്റേൺ ഈ ട്രയാങ്കിളിന്റെ ഉള്ളിൽ വച്ചിട്ടുണ്ടെങ്കിൽ ഈ RAയുടെ അപ്പുറം ഇപ്പുറയും ഉള്ള ആളുകളാണ് R1ഉം R2. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് RA എന്ന് പറഞ്ഞാൽ R1 into R2 ഡിവൈഡഡ് ബൈ സം ഓഫ് റെസിസ്റ്റൻസ് R1, R2, R3. ഇനി അതേപോലെ തന്നെ സിമിലർലി RB ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? ഈ RBയുടെ ലെഗിന്റെ തൊട്ടിപ്പറേ കിടക്കുന്ന ആരൊക്കെയാ? R1ഉം R3 ആണ്. R1, R3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 പ്ലസ് R3 വരും. സിമിലർലി RC ആണെങ്കിലോ R2 പ്ലസ് R3 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 പ്ലസ് R3. ഇപ്പൊ ഒരു ഡെൽറ്റേനെ സ്റ്റാറിലേക്ക് മാറ്റാനുള്ള ഈസി ലോജിക് ആണ്. ജസ്റ്റ് നമ്മൾ ഈ ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിൽ ഒരു വൈ പാറ്റേൺ വരച്ചു വെക്കുക. ആ വൈ പാറ്റേൺ വരച്ചിട്ട് അതിന്റെ തൊട്ടപ്പുറം ഇപ്പുറയും, ഇപ്പൊ RA ആണെങ്കിൽ RAയുടെ അപ്പുറേ ഇപ്പുറേ ഉള്ളത് ആരൊക്കെ? R1ഉം R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 പ്ലസ് R3. നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ RA, RB, RCയിൽ എല്ലാ ഡിനോമിനേറ്റേഴ്സും എന്താണ്? സെയിം ആണ്. R1 പ്ലസ് R2 പ്ലസ് R3 ആണ്. ന്യൂമറേറ്ററിന്റെ പോർഷൻ മാത്രമാണ് മാറുന്നുള്ളൂ. RA കണ്ടുപിടിക്കാൻ നേരത്ത് RA എന്ന് പറഞ്ഞ ലെഗിന്റെ തൊട്ടപ്പുറം ഇപ്പുറയുള്ള R1, R2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. RC കണ്ടുപിടിക്കാൻ വേണ്ടി RC ലെഗിന്റെ അപ്പുറം ഇപ്പുറം ഉള്ളവരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. R3, R2. RB ആണെങ്കിലോ R1, R3 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സിമിലർലി ഇനി നമുക്ക് ഒരു സ്റ്റാർ ഉണ്ട്, സ്റ്റാറിനെ ഡെൽറ്റയിലേക്ക് ആക്കുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റാറിനെ ഞാൻ ഈ ഡെൽറ്റയുടെ ഉള്ളിൽ വച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇവിടെ എന്റെ കയ്യിൽ RA, RB, RCയുടെ വാല്യൂകൾ ഉണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് R1, R2, R3. അപ്പൊ ഇവിടെ എങ്ങനെയാണ് R1 കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ കോമ്പിനേഷൻസ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യും. RA, RB മൾട്ടിപ്ലൈ ചെയ്യും, RB, RC മൾട്ടിപ്ലൈ ചെയ്യും, RC, RA മൾട്ടിപ്ലൈ ചെയ്യും. ആ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ R1 ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ R1 കണ്ടുപിടിക്കുമ്പോൾ ഈ R1ന്റെ ഏറ്റവും അങ്ങേയറ്റത്ത് കിടക്കുന്ന ലെഗ് ഏതാ? ലെഗ് വന്ന് RC ആണ്. RC വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഡിവൈഡ് ചെയ്യണത്. ഇപ്പൊ R1 കണ്ടുപിടിക്കുമ്പോൾ ഈ ട്രയാങ്കിൾ നമ്മൾ ആ ഡെൽറ്റ, നമുക്ക് സ്റ്റാർ ആണുള്ളത്, സ്റ്റാറിന് ഡെൽറ്റയിലേക്കാക്കാൻ വേണ്ടി ഈ സ്റ്റാറിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡെൽറ്റ വരയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇക്വലന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് R1 ആണെങ്കിൽ, ഇതിന്റെ കേസിൽ വരുമ്പോൾ എല്ലാ ന്യൂമറേറ്റേഴ്സും സെയിം ആണ്. അപ്പൊ
അപ്പൊ എല്ലാ കോമ്പിനേഷൻസും എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. RA RB പ്ലസ് RB RC പ്ലസ് RC RA ഡിവൈഡഡ് ബൈ ഈ R1ന്റെ ഓപ്പോസിറ്റ് ലെഗ് ആയ എന്ത് ചെയ്യും, RC വെച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. സിമിലർലി R2 വരുമ്പോഴോ ന്യൂമറേറ്റർ റിമെയിൻ സെയിം. നമ്മൾ എല്ലാ കോമ്പിനേഷൻസ് RA RB പ്ലസ് RB RC പ്ലസ് RC RA എല്ലാ കോമ്പിനേഷൻസും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഇനി R2 ആണ്. R2ന്റെ ദൂരെ കിടക്കുന്ന ഓപ്പോസിറ്റ് കിടക്കുന്ന ലെഗ് ആയ RB വെച്ചാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണത്, ഡിവൈഡ് ചെയ്യേണ്ടത്. സിമിലർലി R3യിലേക്ക് വരുമ്പോൾ ന്യൂമറേറ്റർ റിമെയിൻ സെയിം. നമ്മൾ ഏത് ലെഗ് വെച്ച് ഡിവൈഡ് ചെയ്യണം, R3 ആണ് കണ്ടുപിടിക്കുന്നത്. R3യുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ലെഗ് ആയ RA വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ ഈ ഇക്വേഷൻസ് നിങ്ങൾ കാണാൻ പാടില്ല, നമ്മൾ എഴുതി നോക്കണം. ഒരു റഫ് ആയിട്ട് ഒരു ഫിഗർ വരച്ചിട്ട് ഇക്വേഷൻസ് എഴുതി വെച്ചിരുന്നാൽ നമുക്കത് തെറ്റിപ്പോവില്ല. അതേപോലെ തന്നെ പ്രോബ്ലം ചെയ്യണതിന് മുമ്പായിട്ട് ഒരു റഫ് സ്റ്റാർ ടു ഡെൽറ്റ ട്രാൻസ്ഫോർമേഷന്റെ അതിന്റെ ഇക്വേഷനും എഴുതി കഴിഞ്ഞാൽ അതിന് മാർക്കുണ്ട്. നമുക്ക് അതിൽ വന്നിരിക്കുന്ന പ്രോബ്ലംസ് നോക്കുമ്പോൾ ക്ലിയർ ആകും. അപ്പോൾ സ്റ്റാറിനെ ഡെൽറ്റ ആക്കണേ, ഡെൽറ്റനെ സ്റ്റാർ ആക്കുന്നതും ഇക്വേഷൻസ് ക്ലിയർ ആയി നോക്കുന്നു. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഞാൻ അതിന്റെ ഒരു ബ്രീഫ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സ്ലൈഡാണ് കാണിക്കുന്നത്. ഇതൊരു നിങ്ങളുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വരച്ചിരിക്കാം. അതേപോലെ ഞാൻ ഈ സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യാം. ഇതിനകത്ത് ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ R1 കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ R1 കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ R1ന്റെ തൊട്ട് ഓപ്പോസിറ്റ് നമുക്കിപ്പോ സ്റ്റാറിന് ഇന്ന് ഡെൽറ്റ ആണെങ്കിൽ ഡെൽറ്റന്ന് സ്റ്റാർ ആണെങ്കിലും ഈ ഒരു ടേബിൾ നിങ്ങൾ ഓർത്തിരുന്നാൽ മാത്രം മതി. R1 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, R1 എന്ന് പറഞ്ഞ ലെഗിന്റെ ഓപ്പോസിറ്റ് ആയ RB RC നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിൽ എന്ത് കൊടുത്തു, RA പ്ലസ് RB പ്ലസ് RC കൊടുത്തു. സിമിലർലി R2 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, R2 എന്ന് പറഞ്ഞ ലെഗിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന RA RC നമ്മൾ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡഡ് ബൈ സം ഓഫ് ഓൾ ദ റെസിസ്റ്റർ RA പ്ലസ് RB പ്ലസ് RC. ക്ലിയർ ആവുണ്ടോ? അത് ഡെൽറ്റനെ സ്റ്റാർ ആക്കണ കേസാണ് പറയുന്നത്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കുലർ പോർഷൻ ആണ്, സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരു വൈ പാറ്റേൺ ആണ്. ഇനി R3 ആണെങ്കിലോ RA ഇൻറ്റു RB ചെയ്തു, ഡിവൈഡഡ് ബൈ RA പ്ലസ് RB പ്ലസ് RC. അപ്പൊ ഇതാണ് ഡെൽറ്റനെ സ്റ്റാർ ആക്കുന്നത്. ഇനി എന്റെ കയ്യിൽ എന്തോ സ്റ്റാർ ടു ഡെൽറ്റ, സ്റ്റാർ ടു ഡെൽറ്റ ആണെങ്കിൽ തിരിച്ചാണ്. സ്റ്റാർ ആയ എന്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്, R1 R2 R3യുടെ വാല്യൂസ് ഉണ്ട്. വി ഹാവ് ടു ഫൈൻഡ് RA RB RC. നോക്കി നമ്മളിപ്പോ എന്ത് ചെയ്യണം, RA കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും, ഈ കോമ്പിനേഷൻസ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യണം. R1 R2 R2 R3 R3 R4. ദെൻ RA കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഈ RAയുടെ ദൂരെ കിടക്കുന്ന ലെഗ് ആയ R1 വെച്ച് ഡിവൈഡ് ചെയ്തു. കണ്ടോ, RA കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ R1 വെച്ച് ഡിവൈഡ് ചെയ്തു. സിമിലർലി RB കണ്ടുപിടിക്കുമ്പോഴോ, RB കണ്ടുപിടിക്കുമ്പോൾ സെയിം കേസ് പോലെ തന്നെ ന്യൂമറേറ്റർ സെയിം ആണ്. നമ്മൾ ആര് വെച്ചാ ഡിവൈഡ് ചെയ്യുക, R2 വെച്ചാണ് ഡിവൈഡ് ചെയ്യുക, ദൂരെ കിടക്കുന്ന ലെഗ്. സിമിലർലി RC കണ്ടുപിടിക്കുമ്പോഴും ന്യൂമറേറ്റർ റിമൈൻ ദ സെയിം. നമ്മൾ കോമ്പിനേഷൻസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ ആരാണ്, R3. RCയുടെ ഓപ്പോസിറ്റ് ലെഗ് ആയ R3 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ഫിഗർ മൈൻഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. സ്റ്റാർ ഡെൽറ്റയുടെ ഏത് പ്രോബ്ലം വന്നാലും ഈ ഫിഗർ വരച്ച് നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് എഴുതി കഴിഞ്ഞാൽ 10 മാർക്ക് പ്രോബ്ലം ആണെങ്കിൽ 2 മാർക്ക് അവിടെ നമ്മൾ ഇക്വേഷൻസ് എഴുതുന്നതിന് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 4 മാർക്ക് ആണെങ്കിൽ 1 മാർക്ക്. അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആണ് ഒരു ഏറ്റവും സിമ്പിൾ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു 3 റെസിസ്റ്റേഴ്സ് നമുക്ക് തന്നിരിക്കുകയാണ്. 3 റെസിസ്റ്റേഴ്സ് RA RB RCയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ദേ ആർ കണക്റ്റഡ് ഇൻ സ്റ്റാർ. അത് നമുക്ക് സ്റ്റാറിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്താണ് ഇക്വലന്റ് ഡെൽറ്റ കണ്ടുപിടിക്കണം. അപ്പോ 4 മാർക്ക് കൊടുത്തിരിക്കുന്നതിൽ അത് കണ്ടോ, ആ സ്കീം ഓഫ് ഇവാലുവേഷന്റെ ഇതാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാറ്റേണില് RA കണ്ടുപിടിക്കണേനും RB RC ഓരോ മാർക്കും, ഫൈനൽ ഡെൽറ്റ സർക്യൂട്ട് വരയ്ക്കുന്നതിനുമാണ് 1 മാർക്ക്. അപ്പോ ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. RA RB 3 റെസിസ്റ്റേഴ്സ് ഇതേപോലെ സ്റ്റാറിൽ തന്നിരിക്കുന്നു, ഇക്വലന്റ് ഡെൽറ്റ. ആ ഇക്വേഷൻസ് നോക്കി നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. അതേപോലെ തന്നെ തിരിച്ചും തരാം, 3 സർക്യൂട്ട് നമുക്ക് റെസിസ്റ്റേഴ്സ് ഡെൽറ്റയിൽ തന്നിരിക്കുന്നു. വി ഹാവ് ടു ഫൈൻഡ് ദ സ്റ്റാർ കണ്ടുപിടിക്കാൻ. അപ്പൊ ഞാൻ ഇത് കണ്ടോ, ഇതിന്റെ തിരിച്ചുള്ള ചോദ്യമാണ്. ഇതിങ്ങനെ ഒരു കൺവേർട്ട് ദ ഡെൽറ്റ, ഡെൽറ്റേനെയാണ് നമ്മൾ ട്രയാങ്കുലർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, സ്റ്റാറിനെയാണ് വൈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു
ട്രയാങ്കുലർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഡെൽറ്റ തന്നിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാർ കണ്ടുപിടിക്കണം. വൈ പാറ്റേൺ എന്ത് ചെയ്തു? കണ്ടോ? ആ ഡെൽറ്റയുടെ നമുക്ക് സ്റ്റാർ കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. നമ്മുടെ റൂൾ അപ്ലൈ ചെയ്യുവാണ്. R1 കണ്ടുപിടിക്കാൻ വേണ്ടി RA പ്ലസ് RB ഡിവൈഡ് ബൈ RA പ്ലസ് RC കിട്ടി. R2 കണ്ടുപിടിക്കാൻ വേണ്ടി again RC ഇൻറ്റു RA ഡിവൈഡ് ബൈ RA പ്ലസ് RB പ്ലസ് RC നമ്മൾ ചെയ്തു. R3 കണ്ടുപിടിക്കുമ്പോൾ സിമിലർലി RA ഇൻറ്റു RB ഡിവൈഡ് ബൈ R1 പ്ലസ് R2 പ്ലസ് RA പ്ലസ് RB പ്ലസ് RC. അങ്ങനെ ഇക്വലന്റ് നമ്മൾ R1, R2, R3 കണ്ടുപിടിക്കുമ്പോൾ ഓരോ മാർക്കും, ഫൈനൽ ഈ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഒരു മാർക്ക്. അങ്ങനെയാണ് ആ 4 മാർക്ക്. എപ്പോഴും നിങ്ങൾ ഇക്വേഷൻ, നമ്മുടെ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷന്റെ ഇക്വേഷൻ എഴുതിയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. കാരണം ഈ ഇക്വേഷന് 0.5 മാർക്കും ഫൈനൽ ഇതും കൂടി ഇത്രയും എഴുതുമ്പോഴാണ് 1 മാർക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും തെറ്റിപ്പോയാൽ പോലും ആ ഇക്വേഷന്റെ മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇക്വേഷൻസ് എഴുതി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ എന്തായാലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയാൽ പോലും അതൊരു ഈസി ടോപ്പിക്. ഇതാണ് ആ ഞാൻ പറഞ്ഞ ആ ഇക്വേഷൻസ് സ്ലൈഡ്. ഈ ഇക്വേഷൻസ് നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് ഇത് നിങ്ങൾ വരച്ചതോട്ട് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന്റെ തന്നെ നിങ്ങൾ റീസെന്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഓൾറെഡി ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോക്കാമോ? എങ്ങനെയാന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ? ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും നമ്മളെ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷന്റെ ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നമ്മളിപ്പോ പറഞ്ഞ പോലെ ഒരു സ്റ്റാറിനെ ഡെൽറ്റ ആക്കി, ഡെൽറ്റന് അത് എങ്ങനെയാണ് അവിടെ ലോജിക്ക് വരുന്നതെന്ന് ഒന്ന് ചിന്തിച്ചിട്ട് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എങ്ങനെയായിരിക്കും ഈ പ്രോബ്ലം ചെയ്യുന്നതെന്ന്. ഇത് ഒത്തിരി റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ഇയറിലും ഉള്ളതിലുണ്ട്. ഞാൻ ഒരു ഡ്രൈവ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് എല്ലാ KTUവിന് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ആണ് ആ ഡ്രൈവില് നോട്ട് കിടക്കുന്നത്. അതിനകത്തുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. എക്സ്ട്രാ നമ്മൾ ഈ കാണുന്ന പ്രോബ്ലംസ് കൂടാണ്ട് ഡ്രൈവിലെ നോട്ട്സിൽ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് പറയാമോ? ആരെങ്കിലും ഒന്ന് എങ്ങനെയാ ജസ്റ്റ് ഒന്ന് നോക്കാമോ? ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ എങ്ങനെയാന്നുള്ളത്? ഹലോ, ഇങ്ങനത്തെ പ്രോബ്ലം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഒന്ന് ഇന്ററാക്ട് ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഹലോ, ഓഡിയോ വിസിബിൾ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കാലോ? ഓക്കെ. ഈ പ്രോബ്ലം നിങ്ങൾ ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്തിട്ടുണ്ടോ? ഈ പ്രോബ്ലം എങ്ങനെയാ ചെയ്യാ? ഇവിടെ നമുക്ക് 2 ഡെൽറ്റ നെറ്റ്വർക്ക് ഉണ്ട്. ഈ 2 ഡെൽറ്റ നെറ്റ്വർക്കിന് ഈ രണ്ടിനെയും നമ്മൾ സ്റ്റാർ ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ ഇതിനകത്ത് ഒരു ഡെൽറ്റനെ ഒന്നെങ്കിൽ ലോവർ അല്ലെങ്കിൽ അപ്പർ ഡെൽറ്റനെ സ്റ്റാർ ആക്കി മാറ്റി കഴിയുമ്പോൾ തന്നെ നമ്മുടെ സർക്യൂട്ട് എന്താകും? ഓപ്പൺ അപ്പ് ആകും. എന്ന് പറഞ്ഞാൽ നമുക്ക് സർക്യൂട്ടിനെ സീരീസോ പാരലലോ ആയിട്ട് ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഫൈനൽ ഇക്വലന്റ് ഇവിടെ ചോദിച്ചിരിക്കുന്ന കറണ്ട് കണ്ടുപിടിക്കാം. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. അപ്പോ നോക്കി ഫസ്റ്റ് നമ്മുടെ ഇത് അതേപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നിങ്ങൾ 2 വട്ടം നോക്കിയിട്ട് വേണം ക്വസ്റ്റ്യൻസ് കോപ്പി ഡൗൺ ചെയ്യാൻ. ക്വസ്റ്റ്യൻസ് കോപ്പി ഡൗൺ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വാല്യുവേഷൻ ഒക്കെ ചെല്ലുമ്പോൾ കാണുന്ന ഇതാണ് ക്വസ്റ്റ്യൻസിൽ വരുന്ന മിസ്റ്റേക്കുകൾ. പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള വാല്യൂ ആയിരിക്കില്ല നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ചിലപ്പോൾ 3 ohm എന്നുള്ളതായിരിക്കും, അത് നിങ്ങൾ മെയിൻ ഷീറ്റിലേക്ക് എഴുതുമ്പോൾ 2 ohm ആയിരിക്കും. അപ്പോ ക്വസ്റ്റ്യൻ എല്ലാ പ്രോബ്ലം പേപ്പേഴ്സിന്റെ പ്രോബ്ലം നിങ്ങൾ സർക്യൂട്ട് നീറ്റ് ആയിട്ട് റീഡ്രോ ചെയ്യണം. മെയിൻ ഷീറ്റിലേക്ക് സർക്യൂട്ട് റീഡ്രോ ചെയ്യുമ്പോൾ എല്ലാ വാല്യൂസും കറക്റ്റ് അല്ലേ എന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സർക്യൂട്ട് നീറ്റ് ആയിട്ട് വാല്യൂ റീഡ്രോ ചെയ്യണം.
റീഡ്രോ ചെയ്തതിന് ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോസസ്സുകളും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും എങ്ങനെയാ ചെയ്യേണ്ടത്, പക്ഷെ 10 മാർക്ക് 10 മാർക്ക് പ്രോബ്ലം ആകുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം നമ്മൾ ചെയ്താൽ മാത്രമാണ് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. കാരണം ഓരോ സ്റ്റെപ്പിനാണ് സ്കീം ഓഫ് വാലുവേഷനിൽ മാർക്ക് വരുന്നത്. അപ്പൊ ഈ ലോവർ നമ്മളിവിടെ ലോവർ ഡെൽറ്റേനെ നമ്മൾ എന്താക്കി മാറ്റുവാണ്, സ്റ്റാർ ആക്കി മാറ്റുവാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഈ ലോവർ ഡെൽറ്റേനെ താഴേക്ക് എടുത്തു. ലോവർ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 2ഉം 1ഉം 3ഉം ആണ്. ഇതിനെ ഈ ഡെൽറ്റ സർക്യൂട്ടിനെ സ്റ്റാർ ആക്കി മാറ്റണയാണ്. സ്റ്റാർ ആക്കി മാറ്റുമ്പോൾ നമ്മൾ നെയിം ചെയ്യണ വാല്യൂസ് ആണ് R1, R2, R3. അപ്പൊ നമ്മൾ നമ്മുടെ ഡെൽറ്റ ടു സ്റ്റാർ ട്രാൻസ്ഫോർമേഷൻ അനുസരിച്ച് R1, R2, R3 വാല്യൂസ് കണ്ടുപിടിച്ചു. R1, R2, R3 വാല്യൂസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ, നമ്മുടെ ഫോർമുല വെച്ചുകൊണ്ട് നമ്മൾ R1, R2, R3 കണ്ടുപിടിച്ചു. അപ്പൊ R1 കണ്ടുപിടിക്കാൻ വേണ്ടി 1 into 2 divided by 1 plus 2 plus 3. അപ്പൊ 0.33 ഓം കിട്ടി. R2 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, R2വിന്റെ ഓപ്പോസിറ്റ് ആയ 2 into 3 divided by R1, R2, R3 ചെയ്തു. Then R3 ആണെങ്കിലോ 1 into 3 divided by 1 plus 2 plus 3, 0.5 കിട്ടി. ദെൻ അപ്പൊ R1, R2, R3 നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡെൽറ്റേനെ സ്റ്റാർ ആക്കി ആ ഡെൽറ്റയുടെ പോർഷനിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ സ്റ്റാറിനെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്തു. ഞാൻ ആ സർക്യൂട്ട് വന്ന മാറ്റം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്ന ആ ഡെൽറ്റേനെ കൊണ്ടുപോയി സ്റ്റാർ ആക്കി മാറ്റി. അപ്പൊ സ്റ്റാർ ആക്കി മാറ്റുമ്പോ R1, R2, R3യുടെ പൊസിഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇത് വയ്ക്കണം. R1, R2 വെച്ചു. R1, R2, R3യുടെ വാല്യൂസ്. അപ്പോ R1, R2, R3യുടെ വാല്യൂസ് ഞാൻ ഇവിടെ താഴെ കാണിച്ചിരിക്കുന്ന R1ന്റെ വാല്യൂ ആണ് 0.33, R2ന്റെ വാല്യൂ 1 ആയിരുന്നു, R3യുടെ വാല്യൂ 0.5 ആയിരുന്നു. ഇനി അപ്പൊ ഈ സർക്യൂട്ടിലേക്ക് ഇനി നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഈ R1ഉം 2ഉം സീരീസ് ആണോ പാരലൽ ആണോ എന്ന് പറയാമോ? R1ഉം 2ഉം സീരീസ് ആണോ പാരലൽ ആണോ? സീരീസും പാരലലും അറിയാൻ വേണ്ടി എന്താ, നമ്മളൊരു പാത്തിക്കോടെ വിരലിൽ ഓടിച്ച് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് നോക്കി കഴിയുമ്പോൾ അവിടെ സ്പ്ലിറ്റിംഗ് ഒന്നും ഇല്ലെങ്കിൽ അതാണ് സീരീസ് പാത്ത്. അപ്പൊ R1ഉം 2ഉം സീരീസ് ആറിനെ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്തു. 2 plus 0.33, 2.33 ഓം ആഡ് ചെയ്തു. അതേപോലെ 2 plus 1, 3 ഓം. അപ്പൊ ഇവിടെ നമ്മൾ 2 plus R1 സീരീസും 2 plus R2 സീരീസും ഒരെണ്ണം ആഡ് ചെയ്ത് എഴുതിയതാണ് ഞാൻ താഴെ കാണിച്ചിരിക്കുന്ന ഫിഗർ. ദെൻ R3 എന്ന് പറയുന്ന ലെഗ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ 0.5 കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സർക്യൂട്ട് എന്തായി, ഇത്രയും ആയി. ഇനി നമ്മൾ നോക്കി കഴിയുമ്പോൾ ഈ 2.33യും 3യും എന്താണ്, പാരലൽ ആണ്. 2.33യും 3യും പാരലൽ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പാരലലിന്റെ 2.33 into 3 divided by 2.33 plus 3 പാരലൽ ആയിട്ട് സർക്യൂട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ റെഡ്യൂസ് ചെയ്തതിന്റെ കൂടെ എന്ത് ചെയ്തു, 0.5 ഓമും കൂടി നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെ ഈക്വലന്റ് റെസിസ്റ്റൻസ് നമുക്ക് 1.81 ഓം കിട്ടി. ഇനി നമുക്ക് ഇവിടെ കറണ്ട് കാണാനായിരുന്നു ചോദിച്ചിരിക്കുന്നത്. ഓംസ് ലോ അപ്ലൈ ആണ്. ഓംസ് ലോ V is equal to IR ആണ്, I is equal to V by R. അപ്പൊ I is equal to 20 divided by 1.8, നമ്മുടെ കറണ്ടിന്റെ വാല്യൂ 11.03 ആംസ് കിട്ടും. അപ്പൊ നമുക്ക് 10 മാർക്സ് കിട്ടും. അപ്പൊ ഇതിനകത്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിനാണ് 2 മാർക്ക് ഈച്ച്. ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ലോവർ ഡെൽറ്റേനെ നമ്മൾ സ്റ്റാർ ആക്കി മാറ്റി. ദെൻ ആ സ്റ്റാർ ആകുമ്പോൾ സർക്യൂട്ട് ഓപ്പൺ അപ്പ് ആയി. സർക്യൂട്ട് ഓപ്പൺ അപ്പ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, സർക്യൂട്ട് സീരീസ് ആയിട്ട് ആഡ് ചെയ്താൽ മതി. സീരീസ് സർക്യൂട്ട് കഴിഞ്ഞ് റെഡ്യൂസ് ചെയ്യുമ്പോൾ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാരലൽ ആണ്. അപ്പൊ 2.33യും 3യും പാരലൽ ആയി. അങ്ങനെ നമ്മൾ പാരലലി അപ്ലൈ ചെയ്ത് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതിന്റെ കൂടെ 0.5 ആഡ് ചെയ്യുമ്പോൾ ഈക്വലന്റ് റെസിസ്റ്റൻസ് കിട്ടി. ദെൻ ഓംസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഫൈനൽ കറണ്ട് കിട്ടും. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് നിങ്ങൾ നോക്കി വെക്കണം. നമ്മൾ റിപ്പീറ്റഡ്ലി വരുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഇങ്ങനത്തെ ചോദ്യം 10 മാർക്സിന് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ നോക്കണം പ്രോബ്ലംസ്. ദെൻ നെക്സ്റ്റ് നമുക്ക് മെഷ് അനാലിസിസ് ആണ്. നെക്സ്റ്റ് നമുക്ക് മോഡ്യൂൾ 1ന്റെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോഡ്യൂൾ 1ൽ നെക്സ്റ്റ് നമുക്ക് വരുന്ന ടോപ്പിക് ആണ് മെഷ് അനാലിസിസ്. മെഷ് അനാലിസിസിൽ നമുക്ക് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് അഗെയിൻ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്റെ ആ 10 മാർക്ക് ക്വസ്റ്റ്യന്റെ സ്പ്ലിറ്റ് അപ്പ് ആണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. ആ 3 മെഷ് ഇക്വേഷൻ എഴുതണേനാണ് 6 മാർക്ക്. കണ്ടോ, 3 മെഷ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ മെഷ് ഇക്വേഷന് 2 മാർക്ക് വീതം, 3 into 2 6 മാർക്ക് കിട്ടി. സ്കീം ഓഫ് ഇവാലുവേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ദെൻ നമ്മൾ ആ 3 ഇക്വേഷൻസും സോൾവ് ചെയ്യുമല്ലോ കാൽക്കുലേറ്ററിൽ. I1, I2, I3 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2 മാർക്ക്, അങ്ങനെ 8 മാർക്സ് ആയി.
നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ കറന്റ് ത്രൂ 3 ohm. കറന്റ് ത്രൂ 3 ohmനെ അഗെയിൻ നമ്മൾ എടുത്ത് എഴുതണേന് എന്ത് ചെയ്തു 2 മാർക്ക്. അങ്ങനെയാണ് ടോട്ടൽ 10 മാർക്കിന്റെ സ്പ്ലിറ്റ് അപ്പ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് മെഷ് ഇക്വേഷൻ പ്രോബ്ലം ചെയ്യണത്? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇപ്പൊ ഈ ഒരു കാൽക്കുലേറ്റ് ദ മെഷ് കറന്റ് 2019, 21, 17, 16 എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്ലാസ്സിലും ടീച്ചേഴ്സ് ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടൈപ്പ് ഈ പ്രോബ്ലം. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒരു മെഷിന്റെ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലോസ്ഡ് പാത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മെഷ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണത് മെഷ് എത്ര എണ്ണം ഉണ്ടെന്നാണ്. ഇവിടെ എത്ര മെഷ് ഉണ്ട്? 3 മെഷ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ 3 ക്ലോസ്ഡ് പാത്തുകളുണ്ട്. അപ്പൊ 3 അൺനോൺസ് ഉണ്ട്. 3 മെഷ് കറണ്ട് നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. അപ്പൊ മെഷ് അനാലിസിസിൽ നമ്മൾ യൂസ് ചെയ്യണത് കിർച്ചോഫ് വോൾട്ടേജ് ലോ ആണ്. ഇപ്പോ എ ബി നമുക്ക് 3 മെഷ് ആണ്. ഫസ്റ്റ് എ ബി എച്ച് ജി എ ഒരു മെഷ്, ദെൻ എച്ച് ഇ എഫ് ജി ഒരു മെഷ്, ദെൻ ബി സി ഡി ഇ എഫ് ഇതൊരു മെഷ്. അങ്ങനെ 3 മെഷ് ഇക്വേഷൻ ആണ്. നമുക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഞാൻ പറഞ്ഞ 3 മെഷ് ഐഡന്റിഫൈ ചെയ്യണം. മെഷ് ഐഡന്റിഫൈ ചെയ്യണം. മെഷ് ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് എഴുതണേനാണ് 6 മാർക്ക് എന്ന് പറഞ്ഞു. ഓരോ മെഷ് ഇക്വേഷന് 2 മാർക്ക് വീതം. ദെൻ സോൾവ് ചെയ്ത് ഫൈനലിൽ ഇത് 10 മാർക്സ് വരുന്നത്. അപ്പൊ നമ്മൾ മെഷ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഷ് കറണ്ട് കൊടുക്കണം ഓരോ മെഷിനും. മെഷ് 1, മെഷ് 2, മെഷ് 3. ദെൻ മെഷ് കറണ്ട് ആയ I1, I2, I3 നമ്മൾ മാർക്ക് ചെയ്യുക. ദെൻ നമ്മൾ അപ്ലൈയിങ് KVL അറ്റ് മെഷ് 1 മെഷ് ഇക്വേഷൻ എഴുതും. ഇങ്ങനെ തന്നെ എഴുതണം. ഫസ്റ്റ് മെഷ് 1ന് നമ്മൾ അപ്ലൈയിങ് KVL അറ്റ് മെഷ് 1. ഇവിടെ നമ്മൾ മെഷ് 1 ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ എപ്പോഴും നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ മെഷ് കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് അപ്ലൈ ഇവിടെ നിന്നാണ് GABHG ഇങ്ങനെ ക്ലോസ്ഡ് പാത്ത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് മെഷ് ഇക്വേഷൻ എഴുതുന്നത്. അപ്പോ മെഷ് ഇക്വേഷൻ എഴുതി തുടങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഫസ്റ്റ് മെഷ് ഇക്വേഷൻ വെച്ചുകൊണ്ട് -100 പ്ലസ് 60 I1 പ്ലസ് 30 I1 മൈനസ് I2 പ്ലസ് 50. നമ്മളപ്പോ മെഷിന്റെ ഇതനുസരിച്ച് മെഷ് കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമുക്ക് എഴുതാം. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ 100 മൈനസ് 60 I1 പ്ലസ് 30 ഓമിലേക്ക് വരുമ്പോൾ 2 കറണ്ട് I1 ഉണ്ട് I2 ഉണ്ട്. I1 മൈനസ് I2 കൊടുത്തു. ദെൻ 50 ഓമിന്റെ കേസ് വരുമ്പോൾ 2 കറണ്ട് ഉണ്ട് I1 ഉം I3. I1 കറണ്ട് താഴേക്കും I2 കറണ്ട് മുകളിലേക്കും ഉണ്ട്. അപ്പോ 50 I1 മൈനസ് I3. ദെൻ അഗെയിൻ -20 ഈസ് ഈക്വൽ ടു 0. അപ്പൊ അതിനകത്തൊരു മെഷിന്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ 3 മെഷ് ഇക്വേഷൻ എഴുതുക. മെഷ് ഇക്വേഷൻ എഴുതിയിട്ട് മെഷ് സോൾവ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. മെഷ് ഇക്വേഷൻ എഴുതുന്നത് ഡീറ്റെയിൽ ആയിട്ട് മെഷ് ഇക്വേഷൻ എഴുതാൻ അറിയാമോ? ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? മെഷ് ഇക്വേഷൻസ് നിങ്ങൾക്ക് എഴുതാൻ അറിയാമോ? ഹലോ, മെഷ് ഇക്വേഷൻസ് എഴുതാൻ അറിഞ്ഞിരിക്കണം. അത് നമ്മൾ കറണ്ടിന്റെ മെഷ് കറണ്ട് ഐഡന്റിഫൈ ചെയ്ത് മെഷിന്റെ ഡയറക്ഷൻ വെച്ചുകൊണ്ടാണ്. അതിനകത്ത് അതിന്റെ അതങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു സ്ലൈഡ് കാണിക്കാൻ വേണ്ടിയാണ് മെഷ് ഇക്വേഷൻ എഴുതേണ്ടത് എങ്ങനെയാണ്. ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഹലോ. ദെൻ മെഷ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതേപോലെ തന്നെ നമുക്ക് മോഡ്യൂൾ 1 വരുന്നതാണ് നോഡൽ അനാലിസിസ്. ഇതും ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ. നമുക്ക് ഫൈൻഡ് ദ കറന്റ് ത്രൂ 50 ohm ത്രൂ നോഡൽ അനാലിസിസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ നോഡ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് കിർച്ചോഫ് കറന്റ് ലോ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ ഈ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നോഡാണ് ഐഡന്റിഫൈ ചെയ്തത് നോഡൽ അനാലിസിസിന്റെ. അപ്പൊ ഇവിടെ ഒറ്റ നോഡേ ഉള്ളൂ, നോഡ് എ മാത്രമേ ഉള്ളൂ. നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിംഗ് പോയിന്റ് ഓഫ് 2 or more ജംഗ്ഷൻസിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. നോഡ് അനാലിസിസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോഡ് ഐഡന്റിഫൈ ചെയ്യണം. സ്ക്രീൻ വിസിബിൾ ആണോ? സ്ക്രീൻ ഓക്കെ. അപ്പോ നോഡ് ഐഡന്റിഫൈ ചെയ്യണം. നോഡ് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ നോഡ് ഇക്വേഷൻസ് ആണ് എഴുതേണ്ടത്. ഇവിടെ ഒറ്റ നോഡേ ഉള്ളൂ, നോഡ് എ ആണ്. നോഡ് എന്ന് എപ്പോഴും നോഡ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം?
കിർച്ചോഫ് കറന്റ് ലോ വെച്ചോണ്ട് നോഡിൽ നിന്ന് കറണ്ട് ലീവ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യണത്. ഇപ്പൊ നോഡ് എ എടുക്കുക, കറണ്ട് I1, I2, I3 ലീവ് ചെയ്യുന്നതായിട്ട് എടുത്തിട്ട് നോഡിന്റെ പൊട്ടൻഷ്യൽ ഹയർ ആയിട്ട് കൊടുക്കുക. അപ്പൊ VA -75/4 വരും. സെക്കൻഡ് നോഡിലേക്ക് ഇവിടെ ഈ വരുമ്പോ VA -65/5 വരും. ദെൻ VA -13/6 നോഡ് ഇക്വേഷൻ എഴുതി. ദെൻ കോമൺ ആയിട്ട് VA നമ്മൾ പുറത്തേക്ക് എടുത്തു. ദെൻ കാൽക്കുലേറ്ററിൽ നമ്മൾ VA കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോഴാണ് 1/4 + 1/5 + 1/6. ദെൻ കോൺസ്റ്റന്റുകളൊക്കെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി സോൾവ് ചെയ്യും. ദെൻ VAയുടെ വാല്യൂ നമുക്ക് കിട്ടും. ദെൻ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന കറന്റ് ത്രൂ 5 ഓം ആണ്. ഓംസ് ലോ ആണ്. അഗെയിൻ കറന്റ് ത്രൂ 5 ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ VA -65/5 ആണ്. VAയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി 48 കിട്ടി. VA -65/5 കറന്റിന്റെ വാല്യൂ കിട്ടും. അപ്പോൾ -3.2 ആംസ് കിട്ടി. അങ്ങനെയാണ് നമ്മൾ നോഡ് പ്രോബ്ലം ചെയ്യുന്നത്. ദെൻ അപ്പോൾ മെഷും നോഡ് അനാലിസിസും സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷനും കിർച്ചോഫ് ലോയും ആണ് മോഡ്യൂൾ 1 നമുക്ക് വരുന്നത്. ദെൻ മോഡ്യൂൾ 2 വരുമ്പോൾ നെക്സ്റ്റ് വരുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. മോഡ്യൂൾ 2 കുറച്ച് തിയറി ഉണ്ട്. നമ്മൾ ആ തിയറി ടോപ്പിക്സ് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. മോഡ്യൂൾ 2 തിയറിയിൽ വരുന്ന നമുക്ക് ഈ കുറച്ച് തുടങ്ങുമ്പോൾ തന്നെ മാഗ്നറ്റിക് സർക്യൂട്ട്സിന്റെ കുറച്ച് ടേമിൻസിന്റെ ഡെഫിനിഷൻസ്. എന്താണ് MMF, മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്, എന്താണ് ഫ്ലെക്സ് ഡെൻസിറ്റി, മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, മാഗ്നറ്റിക് ഫ്ലെക്സ് ആൻഡ് മാഗ്നറ്റിക് ഫ്ലെക്സ് ഡെൻസിറ്റി, അതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ അതിനകത്ത് നമ്മൾ ആ ബേസിക് ഇതറിയണം. മാഗ്നറ്റിക് ഇപ്പൊ ഇതിനകത്ത് ഇങ്ങനെ 4 മാർക്ക് ചോദ്യമാകുമ്പോൾ ഓരോന്നിനും 1 മാർക്ക് ഈച്ച് ആണ്. പക്ഷെ 1 മാർക്ക് ഈച്ച് തന്നെയാണെങ്കിലും ആ ഡെഫിനിഷനും അതിന്റെ യൂണിറ്റും എഴുതണേന് മാർക്കുണ്ട്. ഇപ്പൊ മാഗ്നറ്റിക് ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ലൈൻസ് ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻ ദ മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് അവിടെ കിട്ടില്ല. അല്ലെങ്കിൽ 1 മാർക്കിന് അവിടെ നമ്മൾ അതിന്റെ യൂണിറ്റും കൂടി എഴുതിയാൽ മാത്രമാണ് കിട്ടുള്ളൂ. ഇപ്പൊ മാഗ്നറ്റിക് ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ഇൻ എ മാഗ്നറ്റിക് സർക്യൂട്ടിനെയാണ് മാഗ്നറ്റിക് ഫ്ലെക്സ് ഡിനോട്ടഡ് ബൈ ഫൈയും യൂണിറ്റ് വെബർ. അവിടെയാണ് നമുക്ക് 1 മാർക്ക് അവിടെ കിട്ടുള്ളൂ, ഇത്ര ഏരിയ. ദെൻ മാഗ്നറ്റിക് ഫ്ലെക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് പെർ യൂണിറ്റ് ഏരിയ B = 5/A. അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിന്റെ യൂണിറ്റ് വെബർ, ഏരിയ മീറ്റർ സ്ക്വയർ. അപ്പൊ യൂണിറ്റ് ചെയ്തത് വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ടെസ്ല. എന്നാൽ മാത്രം നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഫ്ലെക്സിന് 1 മാർക്ക്, ഫ്ലെക്സ് ഡെൻസിറ്റി 1 മാർക്ക്, മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് 1 മാർക്ക്, മാഗ്നറ്റിക് ഫ്ലെക്സ് ഡെൻസിറ്റി 1 മാർക്ക്. അങ്ങനെയാണ് 4 മാർക്കിന് 1 മാർക്ക് ഈച്ച്. പക്ഷെ നിങ്ങൾ 1 മാർക്ക് ഈച്ച് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ അവിടെ മാർക്ക് കിട്ടില്ല. ഈ ഒരു ഡെഫിനിഷന് 0.5 മാർക്കും അതിന് യൂണിറ്റ് എഴുതണേനുമാണ് 0.5 മാർക്കും. അപ്പൊ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ആ ഡെഫിനിഷനും യൂണിറ്റും കൂടി എഴുതണം. ദെൻ നെക്സ്റ്റ് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് MMF ആണ്. അതിനകത്ത് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അനലോഗസ് ടു EMF ഇൻ ഇലക്ട്രിക് സർക്യൂട്ട് ആണ്. അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഫോഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫ്ലെക്സ് ആണ്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് പോലെ ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ വരുന്നതാണ് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. അപ്പൊ അതിന്റെ എക്സ്പ്രഷൻ ആണ് നമ്മൾ NI. N എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ടേൺസും I കറണ്ട്, യൂണിറ്റ് ആംബിയർ ടേൺസ് AT. അപ്പൊ അത്രയും എഴുതിയാലാണ് നമുക്ക് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സിന് 1 മാർക്ക് കിട്ടുള്ളൂ. ദെൻ നെക്സ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് MMF ഡിവൈഡഡ് ബൈ L-നെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി H എന്ന് പറയുന്നത്. അപ്പൊ യൂണിറ്റ് എന്തായിരിക്കും? MMF-ന്റെ യൂണിറ്റ് ആയ ആംബിയർ ടേൺസും L ലെങ്ത്തിന്റെ യൂണിറ്റ് ആയ മീറ്ററും. അപ്പൊ ആംബിയർ ടേൺസ് പെർ മീറ്റർ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് നമ്മൾ മാഗ്നറ്റൈസിങ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തും കൂടി പറയും. അപ്പൊ H = MMF ഡിവൈഡഡ് ബൈ L. MMF എന്ന് പറഞ്ഞാൽ N × I ആയിരുന്നു, NI/L എന്ന് പറയും. ദെൻ ഇതേപോലെ നെക്സ്റ്റ് നമുക്ക് പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി പോലെ തന്നെയാണ് പെർമിയബിലിറ്റി. ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് എബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ടു കണ്ടക്ട് മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എഴുതുക, യൂണിറ്റ് എഴുതണം. ദെൻ നെക്സ്റ്റ് റിലക്ടൻസ്. റിലക്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസിസ്റ്റൻസിന് സിമിലർ ആയിട്ട് മാഗ്നറ്റിക് സർക്യൂട്ടിൽ വരുന്ന ഒപ്പോസിഷനെയാണ് നമ്മൾ റിലക്ടൻസ്. നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഒപ്പോസ് ചെയ്യുന്നതാണ്. അതേപോലെ മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ കേസിൽ ആക്ച്വലി മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അതിനെ ഒപ്പോസ് ചെയ്യുന്നതിന് നമ്മൾ പറയാം ഒപ്പോസിഷനെ പറയുന്ന പേരാണ് റിലക്ടൻസ്, ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ S. ദെൻ നമുക്ക്
റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റോ എൽ ബൈ എ പറയും പോലെ റിലക്റ്റൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യണ ലെറ്റർ എസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പൊ എസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ എൽ ബൈ എ ആണ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് പെർമിയബിലിറ്റി. അപ്പോ മ്യൂ 0 പെർമിയബിലിറ്റി മ്യൂ വരും. പെർമിയബിലിറ്റിന്റെ നമ്മൾ മ്യൂ 0 ഈ അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഈ റിലേറ്റീവ് പെർമിയബിലിറ്റി. അപ്പോ ഈ ഒരു ടേംസുകൾ നിങ്ങൾ എന്താണ് ഫ്ലെക്സ്, ഫ്ലെക്സ് ഡെൻസിറ്റി, മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്, മാഗ്നറ്റിക് ഇന്റൻസിറ്റി, റിലക്റ്റൻസ്, ആ ഡെഫിനിഷൻസും അതിന്റെ ഇത് അറിഞ്ഞിരിക്കണം. അതെന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് ഇത് 10 മാർക്ക് ക്വസ്റ്റ്യനിൽ വരുന്നതാണ് കമ്പാരിസൺ ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്. അത് കമ്പാരിസൺ ആയിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ സിമിലാരിറ്റീസ് റിപ്പീറ്റഡ്ലി എല്ലാ ഇതിലും ചോദിക്കുന്നതാണ്. ഷോർട്ട് എസ്സേയിലും ചോദിക്കുന്നതാണ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്. അപ്പൊ അതിന്റെ പോയിന്റ്സ് ആണ് മാഗ്നറ്റിക് സർക്യൂട്ടും ഇലക്ട്രിക് സർക്യൂട്ടിന്റെയും കമ്പാരിസൺ ആണ്. അപ്പോൾ ആക്ച്വലി ഒരു ക്ലോസ്ഡ് പാത്ത് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിനെയാണ് നമ്മൾ മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ലോസ്ഡ് പാത്ത് ഓഫ് ഇലക്ട്രിക് കറണ്ടിനെയാണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ദെൻ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ്. ദെൻ ആക്ച്വലി ഇലക്ട്രിക് സർക്യൂട്ടിന്റെ കേസിലേക്ക് വരുമ്പോൾ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ദെൻ മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ ഫ്ലക്സിന് ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യണത്, MMF ഡിവൈഡഡ് ബൈ റിലക്റ്റൻസ്. നമ്മൾ അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ടിൽ ഫ്ലക്സിന് സിമിലർ ആയിട്ട് അല്ലെങ്കിൽ കറണ്ട് ആണ് വരുന്നത്. അപ്പോൾ EMF ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് വരും. ദെൻ ഇലക്ട്രിക് സർക്യൂട്ടിൽ EMF ആണ്. മാഗ്നറ്റിക് സർക്യൂട്ടിലെ ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. MMFന്റെ യൂണിറ്റ് ആണ് ആംപിയർ ടേൺസ്. EMFന്റെ യൂണിറ്റ് ആണ് വോൾട്ട്. ദെൻ അടുത്ത കമ്പാരിസൺ ഉണ്ട്. അപ്പൊ നമ്മൾ 10 മാർക്ക് ആണെങ്കിൽ 10 പോയിന്റ്സ് ഓരോ പോയിന്റ്സ് ഓരോന്നിനാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സുകൾ എഴുതാം. ദെൻ നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് ആണ് ഫ്ലോ ഓഫ് ഓപ്പോസ് ചെയ്യുന്നത്. മാഗ്നറ്റിക് സർക്യൂട്ടിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു റിലക്റ്റൻസ് ആണ് മാഗ്നറ്റിക് ഓപ്പോസ് ചെയ്യുന്നത്. ദെൻ ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ട് ആണ് മെഷർ ചെയ്യുന്നത് ആംപിയറിലാണ്. മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സ് മെഷർഡ് ഇൻ വെബർ. ദെൻ EMF, MMF, റിലക്റ്റൻസ്, റെസിസ്റ്റൻസ്, കണ്ടക്ടിവിറ്റി ആണ് ഇലക്ട്രിക് സർക്യൂട്ടിൽ. ഇവിടെ വരുമ്പോൾ പെർമിയബിലിറ്റി വരും, റെസിസ്റ്റിവിറ്റി വരും, റിലക്ടിവിറ്റി ആയും. ദെൻ കറണ്ട് ഡെൻസിറ്റി, ഫ്ലക്സ് ഡെൻസിറ്റി വരും. ദെൻ ഇലക്ട്രിക് സർക്യൂട്ടിൽ മാത്രമാണ് നമുക്ക് കിർച്ചോഫ് കറന്റ് ലോയും കിർച്ചോഫ് വോൾട്ടേജ് ലോയും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നമ്മുടെ മാഗ്നറ്റിക് സർക്യൂട്ടിലേക്ക് ഇത് ചെയ്യുമ്പോൾ കിർച്ചോഫ് മാഗ്നറ്റോമോട്ടീവ് ലോ ഫോഴ്സ് ലോയും ഫ്ലെക്സ് ലോയും ആണ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പൊ കമ്പാരിസൺ നിങ്ങൾ എന്തായാലും നോക്കി വെക്കുമ്പോൾ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 10 പോയിന്റ്സ് എഴുതണം. 4 മാർക്ക് ആണെങ്കിൽ 4 മാർക്ക് 4 പോയിന്റ്സ് എഴുതണം. ആ പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടിന്റെയും കമ്പാരിസൺ. ഇതേപോലെ തന്നെ ചോദിക്കുന്നതാണ് എന്താണ് ഡിസിമിലാരിറ്റീസ് എന്നുള്ളത്. അതുപോലെ ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടും ഉള്ള ഡിസിമിലാരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് സർക്യൂട്ട് ഫസ്റ്റ് പോയിന്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞ സംഭവം ഇലക്ട്രിക് സർക്യൂട്ടിലുണ്ട്. പക്ഷേ മാഗ്നറ്റിക് സർക്യൂട്ടിൽ അങ്ങനെ there is no magnetic insulators ആണ്. ദെൻ ഇലക്ട്രിക് സർക്യൂട്ടിൽ ഇലക്ട്രിക് കറന്റ് ആക്ച്വലി ഫ്ലോ ഇൻ ദ ഇലക്ട്രിക് സർക്യൂട്ട്. പക്ഷെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ആക്ച്വലി ഫ്ലോ ചെയ്യുകയല്ല, അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഇലക്ട്രിക് സർക്യൂട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഓംസിലെ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഇവിടെ വരുമ്പോൾ ആ ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിലേക്ക് വരുമ്പോൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, റിലക്റ്റൻസ് ഓഫ് ദ മാഗ്നറ്റിക് സർക്യൂട്ട് ഈസ് നോട്ട് കോൺസ്റ്റന്റ് ആണ്. ദെൻ ഇലക്ട്രിക് സർക്യൂട്ടിന്റെ കേസിൽ നമ്മൾ എനർജി ഈസ് നീഡഡ് ആസ് ലോങ് ആസ് ദ കറന്റ് ഫ്ലോ. പക്ഷേ മാഗ്നറ്റിക് സർക്യൂട്ടിൽ ആ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ മതി. അതിന് നമുക്ക് ജസ്റ്റ് മാഗ്നറ്റിക് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രം മതി. അത് അതിന്റെ ഫുൾ ഇതിന് വേണ്ടി. അതാണ് ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ കമ്പാരിസണും സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും നിങ്ങൾ നോക്കി വെക്കേണ്ട സംഭവമാണ്. അത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ മോഡ്യൂൾ 2 നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഫാരഡേസ് ലോയും ലെൻസസ് ലോയും. ഫാരഡേസ് ലോയും ലെൻസസ് ലോ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഫാരഡേസ് ലോസ് ആൻഡ് ലെൻസസ് ലോസ് ആണ് ചോദിക്കുന്നത്. ഫാരഡേസ് ലോ സ്റ്റേറ്റ്മെന്റിന് 1 മാർക്ക് ഉണ്ടോ? ഫാരഡേസ് ലോ 2 ലോ ഉണ്ട്, ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും 1 മാർക്ക്. അതിന്റെ ആ സ്കീം ഓഫ് ഇവാലുവേഷൻ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്.
സ്റ്റേറ്റ്മെന്റ് 1 മാർക്ക്, എക്സ്പ്ലനേഷൻ 1 മാർക്ക്, ലെൻസസ് ലോ സ്റ്റേറ്റ്മെന്റ് 1 മാർക്ക്. അപ്പോൾ ഫാരഡേസ് ലോയും ലെൻസസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ 2 ലോസ് ഉണ്ട്, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ. ഫസ്റ്റ് ലോ പറയുന്നത് എന്താ? when there is a magnetic flux linked with the circuit changes, ഒരു EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞ ഈ സെന്റൻസ് തന്നെ എഴുതണം. whenever there is a magnetic flux linked with the circuit changes, an EMF is induced. then second law പറയുന്നത് എന്താ? the magnitude of induced EMF is directly proportional to rate of change of flux linkage, d phi by dt equal to is proportional to n d phi by dt, rate of change of flux linkage. അപ്പോൾ ഫാരഡേ ഫസ്റ്റ് ലോ പറയുന്നത് അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ആവുന്നുണ്ട്. സെക്കൻഡ് ലോ പറയുന്നത് ആ ഫ്ലക്സ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ആണ്. തേർഡ് പറയുന്നതാണ് അതിന്റെ ഡയറക്ഷൻ. നമ്മുടെ ഫാരഡേസ് ലോയ്ക്ക് ഡയറക്ഷൻ കൊടുക്കുന്നതാണ് ലെൻസസ് ലോ. അത് എപ്പോഴും എന്തായിരിക്കും? ഓപ്പോസിറ്റ് നേച്ചർ ആണെന്നാണ് പറയുന്നത്. The lenses law state that the electromagnetically induced current always flow in the opposition. അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? ആദ്യം E is proportional to d phi by dt is equal to n d phi by dt ആയിരുന്നു. then നമ്മുടെ ഫാരഡേസ് ലോയും ലെൻസസ് ലോയും കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? E is equal to minus n d phi by dt. അപ്പോ നിങ്ങൾ ഫാരഡേസ് ലോയും ലെൻസസ് ലോയും അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ്, എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിങ്ങും അതിന്റെ റിലേഷൻ ബിറ്റ്വീൻ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അപ്പൊ അതിന്റെ സ്കീം ഓഫ് ഇവാലുവേഷനിൽ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിങ്ങിന്റെ ഡെഫിനിഷന് 2 മാർക്സും റിലേഷന് 2 മാർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് നോക്കാം. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്? അതിന്റെ ആ മൊത്തം 4 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഇത്രയും പോയിന്റ്സ് എഴുതണം. അപ്പോൾ ഫസ്റ്റ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? when 2 coils are said to be coupled, that is fully or partially. എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കോയിൽസ് ഉണ്ട്, അപ്പോ അതിനകത്ത് ഒന്നെങ്കിൽ അത് ഫുള്ളി അല്ലെങ്കിൽ പാർഷ്യലി ആയിരിക്കും ലിങ്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ കോയിൽസിന്റെ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ പേരാണ് L1 and L2. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് M. then കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് തന്നിരിക്കുന്ന റിലേഷൻ ആണ് K is equal to M divided by square root of L1 and L2. then ഇതിനകത്ത് നമ്മുടെ മുഴുവൻ ഫ്ലക്സ് ലിങ്ക് ചെയ്യാനാണ് മാക്സിമം ഫ്ലക്സ് ലിങ്കേജ്. അവിടെ എന്തായിരിക്കും? കെയുടെ വാല്യൂ 1 ആയിരിക്കും. ദാറ്റ് ഈസ് M ഈക്വൽ ടു റൂട്ട് ഓഫ് L1 L2. ഇനി ഐസൊലേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ അത് ദൂരെയാണ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ലിങ്കേജ് ഒന്നും ഇല്ലെങ്കിൽ കെയുടെ വാല്യൂ 0 ആയിരിക്കും, എമ്മിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് മേ ബി ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് actual mutual inductance present between the 2 coils to maximum possible value of mutual inductance. For coefficient of coupling ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡെഫിനിഷനും അതിന്റെ ഇക്വേഷൻ, ഈ ഇക്വേഷൻസും വെച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് വരാണ്ട്. എമ്മിന്റെ വാല്യൂ ഓഫ് കപ്ലിംഗ് K ഈക്വൽ ടു M ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് L1 L2. then അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് സ്റ്റാറ്റിക്കലി ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. എക്സ്പ്ലെയിൻ ദ അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ് സ്റ്റാറ്റിക്കലി ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യൻ അതിന്റെ ആൻസറിലേക്ക് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF 2 ടൈപ്പ് ഉണ്ട്. അതിനാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFഉം സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFഉം. അപ്പോ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EMF induced in the conductor due to relative motion between the conductor and magnetic field. പറഞ്ഞാൽ അവിടെ ഡൈനാമിക്, നമുക്ക് ഡൈനാമിക് നേച്ചർ എന്ന് പറയില്ല, അവിടെ കണ്ടക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ എന്ത് ചെയ്യും? ഒരു റിലേറ്റീവ് മോഷൻ. ഇപ്പൊ ഒന്നെങ്കിൽ കണ്ടക്ടർ ആയിരിക്കും സ്റ്റേഷനറി, അല്ലെങ്കിൽ കണ്ടക്ടർ മൂവിങ് ആയിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേഷനറി മൂവിങ്. ഐദർ ദർ ഇസ് എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓർ ദ കണ്ടക്ടർ. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ജനറേറ്റർ. ഇനി സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് റിമെയിൻ സ്റ്റേഷനറി ആണ്, അവിടെ ആരും മൂവ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ ട്രാൻസ്ഫോമർ നമ്മളറിയാം, നമ്മൾ റോട്ടിൽ പോകുമ്പോൾ പോൾ മൗണ്ടഡ് ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ ഫിക്സഡ് ആയിട്ട്, അവിടെ കണ്ടക്ടർ സ്റ്റേഷനറി ആണ്, മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്തോണ്ടിരിക്കും. അപ്പൊ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFന് എക്സാമ്പിൾ ആണ് ട്രാൻസ്ഫോമർ. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFന് എക്സാമ്പിൾ ആണ് ഇലക്ട്രിക് ജനറേറ്റേഴ്സ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഈ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFനെ അഗെയിൻ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സെൽഫ് ഇൻഡ്യൂസ്ഡും മ്യൂച്വൽ ഇൻഡ്യൂസ്ഡും. സെൽഫ് ഇൻഡ്യൂസ്ഡ് അതും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്.
എന്താണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്താണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF? സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് ഫ്ലോ ത്രൂ ദ കോയിൽ ഈസ് ചേഞ്ച്ഡ് ദ ഫ്ലക്സ് ലിങ്ക് വിത്ത് ഇറ്റ്സ് ഓൺ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോയിൽ അത് മൂലം ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് സെൽഫ് എന്ന് പറയുന്നത്. സെൽഫ് മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ ഒരു കോയിൽ നമ്മൾ EMF ഇൻഡ്യൂസ് ചെയ്ത് അതുമൂലം തൊട്ടടുത്ത നൈബറിംഗ് കോയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനെയാണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അപ്പോൾ when the current flow through the coil is changed, the flux linking with its own winding changesനെയാണ് എന്ത് പറയുന്നത് സെൽഫും. മ്യൂച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EMF ഇൻഡ്യൂസ് ഇൻ ദ കോയിൽ ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ ചേഞ്ചിങ് കറന്റ് ഇൻ നൈബറിംഗ് കോയിൽ. അപ്പോ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF അതേപോലെ തന്നെ സ്റ്റാറ്റിക്കലി ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ചോദിക്കുന്നതാണ്. ദെൻ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ് 10 മാർക്കിന്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഈസ് റെപ്രസെന്റഡ് ബൈ I is equal to 14.14 sin 370. അതിന്റെ RMS വാല്യൂ, ഫ്രീക്വൻസിയും ടൈം പീരീഡ് ഒക്കെ കാണും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പറയോ? ഇങ്ങനത്തെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയാമോ? എന്തായാലും ഒരു 10 മാർക്സിന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയാവോ ഒന്ന് പറയാമോ? നിങ്ങൾ ഒന്ന് ഇന്ററാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് ഇടോ? അറിയില്ല. ഇതൊരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നുമില്ല, ആദ്യം ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതിന്റെ സൊല്യൂഷൻ ആണ് ഈ സ്ലൈഡിൽ കാണുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ആണ് I is equal to ക്വസ്റ്റ്യനിലുള്ള ഇക്വേഷൻ ആണ് ഞാൻ മോളിൽ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ ആണ് 14.14 sin 377t. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട് AC സിംഗിൾ ഫേസ് I equal to Im sin omega t. ഇവിടെ കറന്റ് ആണെങ്കിൽ I equal to Im sin omega t വരും. വോൾട്ടേജ് ആണെങ്കിൽ V is equal to Vm sin omega t വരും. I എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് കറന്റ് ആണ്. V ആണെങ്കിൽ അവിടെ വോൾട്ടേജ് ആണ് തന്നിരിക്കണമെങ്കിൽ മാക്സിമം വാല്യൂ വോൾട്ടേജ്. അപ്പൊ നമ്മൾ ഈ രണ്ട് ഇക്വേഷനും വെച്ച് കമ്പയർ ചെയ്യാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ I സ്മോൾ ലെറ്റർ കാണിച്ചിരിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് ആണ്, ബോൾഡ് കാണിച്ചിരിക്കുന്നത് മാക്സിമം വാല്യൂ ആണ്. അപ്പൊ ഈ ഫസ്റ്റ് രണ്ട് ഇക്വേഷനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ I equal to Im sin omega t ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ Imന്റെ വാല്യൂ എന്ത് കിട്ടി? 14.14 കിട്ടി. ദെൻ ഒമേഗയുടെ വാല്യൂ എന്ത് കിട്ടി? 377 കിട്ടി. ആ ഫസ്റ്റ് കണ്ട നമ്മുടെ സ്റ്റെപ്പ് മനസ്സിലായോ എന്ന് നോക്കി. നമ്മൾ രണ്ട് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. നമുക്ക് കറണ്ട് ആണ് തന്നിരിക്കണമെങ്കിൽ I equal to Im sin omega t. ഈ ക്വസ്റ്റ്യൻ തന്നെ വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജിന്റെ സ്ഥാനത്ത് I മാറി V വരുമെന്നുള്ളൂ. നമ്മൾ രണ്ട് ഇക്വേഷനും എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്തിട്ട് നമ്മൾ Imന്റെ വാല്യൂ നമുക്ക് കിട്ടി. അതേപോലെ തന്നെ ഒമേഗയുടെ വാല്യൂവും കിട്ടി. ഒമേഗ എന്ന് പറഞ്ഞിട്ടുള്ളത് 2πf ആണ്. 2πfന്റെ വാല്യൂ ആണ് 377 തന്നിരിക്കുന്നത്. നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് RMS വാല്യൂ ഉണ്ട്, ഫ്രീക്വൻസി ടൈം പീരീഡ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് രണ്ട് വാല്യൂ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് RMS വാല്യൂ ആണ് ഫസ്റ്റ്. നമുക്കൊരു റിലേഷൻ ഉണ്ട്, IRMS is equal to Im by √2 or Im equal √2 IRMS. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻസ് കാണാണ്ട് അറിഞ്ഞിരുന്നാൽ മാത്രം മതി ഈ പ്രോബ്ലം ചെയ്യാൻ. ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് I equal to Im sin omega t യുടെ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ദെൻ IRMS-ഉം Im-ഉം തമ്മിലുള്ള റിലേഷൻ, RMS വാല്യൂ ഓഫ് സൈൻ വേവ് ആണ് IRMS എന്ന് പറഞ്ഞാൽ Im by √2. അപ്പൊ Imന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. Im ഡിവൈഡ് ബൈ √2 കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടി. അപ്പൊ IRMS കിട്ടി. ദെൻ നമുക്കിവിടെ 2πf ആണ് 377. അപ്പൊ F കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 377 ഡിവൈഡഡ് ബൈ 2π. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 600 ഹെർട്സ് കിട്ടി. അപ്പൊ ഫ്രീക്വൻസി കിട്ടി. ദെൻ അടുത്ത വാല്യൂ നിങ്ങൾ കാണാണ്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ആവറേജ് വാല്യൂ. നമുക്ക് ആവറേജ് വാല്യൂ റിലേഷൻ എന്താ? I average is equal to 2Im by π. ഇപ്പൊ കറണ്ട് ആണെങ്കിൽ കറണ്ട് ആയിട്ട് മാറും, വോൾട്ടേജ് ആണെങ്കിൽ V വരുമെന്ന് മാത്രമേ ഉള്ളൂ. വാല്യൂസ് ഒക്കെ സെയിം ആയിരിക്കും. I ആവറേജും Im-ഉം തമ്മിലുള്ള റിലേഷൻ ആണ് 2Im by π. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. Imന്റെ വാല്യൂ നമുക്ക് മോളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് 2 × 14.14 ഡിവൈഡ് ബൈ π. അപ്പൊ നമുക്ക് 9 amps കിട്ടി. ദെൻ നമുക്ക് ഫോം ഫാക്ടർ ഉണ്ട്, പീക്ക് ഫാക്ടർ ഉണ്ട്. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ IRMS ബൈ ആവറേജ് വാല്യൂ. പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IRMS ഡിവൈഡഡ് മാക്സിമം വാല്യൂ ആണ് വരും. അപ്പൊ ഫോം ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി
നമ്മള് IRMS കിട്ടി, മോളിൽ നിന്ന് ആവറേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് പീക്ക് ഫാക്ടർ കിട്ടി. ഇനി ഫോം ഫാക്ടർ ആണ് നമുക്ക് ചോദിച്ചത്. ഫോം ഫാക്ടറിന്റെ റിലേഷൻ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോം ഫാക്ടർ ആണ് IRMS ഡിവൈഡ് ബൈ I ആവറേജും. പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പീക്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ ആണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻസ്റ്റന്റീനിയസ് വാല്യൂ ഓഫ് കറന്റ് അറ്റ് 3 മില്ലി സെക്കൻഡ് ആണ്. അപ്പൊ ആ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ, നമ്മുടെ ഇക്വേഷനിലെ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ആയ സ്മോൾ ടിയിൽ 3 സെക്കൻഡിൽ ഇട്ട് കൊടുക്കുമ്പോൾ, 3 മില്ലി സെക്കൻഡിൽ ഇട്ട് കൊടുക്കുമ്പോൾ എത്രയായിരിക്കും കറന്റ് വാല്യൂ എന്നാണ് ലാസ്റ്റ് ചോദ്യം. അപ്പൊ T ഈക്വൽ ടു 3 മില്ലി സെക്കൻഡ്. നമ്മുടെ ഒമേഗ ടിയിൽ ടിക്ക് നമ്മൾ 3 മില്ലി സെക്കൻഡ് കൊടുക്കും. 3 ഇൻറ്റു 10⁻³ അപ്പോ ഒമേഗ റേഡിയൻസ് പെർ സെക്കൻഡിലാണ്. നമ്മൾ റേഡിയനിലെ ഡിഗ്രിയിലേക്ക് ആക്കാൻ വേണ്ടിയാണ് ഇവിടെ 180 ഡിവൈഡ് ബൈ പൈ. നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, റേഡിയനിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 180 ഡിവൈഡ് ബൈ പൈ ചെയ്യണം. അപ്പൊ 377 ഇൻറ്റു 3 ഇൻറ്റു 10⁻³ ഇൻറ്റു 180 ഡിവൈഡ് ബൈ പൈ ചെയ്യുമ്പോൾ 64.8 ഇടും. നമ്മൾ ആ ഇക്വേഷനിൽ മോളിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ കൊടുത്താൽ മതി. I is equal to 14.14 sin 64.8. അപ്പൊ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള കറണ്ട് നമുക്ക് കിട്ടും. എന്ത് കിട്ടി? 12.79. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചിട്ട് പോകേണ്ടതാണ്. ഇമ്പോർട്ടന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. വളരെ ഷോർട്ട്, 10 മാർക്കിന് ചോദിക്കുക. അത് ഈസി ആയിട്ട് ജസ്റ്റ് ആ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് വേണ്ടി നോട്ട്, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്തിട്ട് നമ്മൾ മാക്സിമം വാല്യൂ കിട്ടുന്നു, ഒമേഗയുടെ വാല്യൂ കിട്ടുന്നു. ദെൻ നമ്മൾ IRMSഉം IM തമ്മിലുള്ള റിലേഷൻ ആണ് IRMS ഈസ് ഈക്വൽ ടു IM ഡിവൈഡ് ബൈ √2. അങ്ങനെ RMS വാല്യൂ കണ്ടുപിടിക്കും. ദെൻ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാൻ റിലേഷൻ ആണ് 2IM ബൈ പൈ. പൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ 3.14. അപ്പൊ ആവറേജ് വാല്യൂ കിട്ടി. ഫ്രീക്വൻസി നമുക്ക് ഓൾറെഡി 377 വെച്ച് എഫിന് 2π എഫിന് നമുക്ക് കിട്ടും. ദെൻ ഫോം ഫാക്ടറും പർട്ടിക്കുലറും ഇൻസ്റ്റന്റിലുള്ള. അപ്പോ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് പോകണം. മാർക്ക് 10 മാർക്ക് 10 മാർക്സ് ഒക്കെ സുഖമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ പ്രോബ്ലം ചോദിച്ചത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്കീമും ക്വസ്റ്റ്യൻ പേപ്പറും സോൾഡും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് നോക്കാനും. ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ക്വസ്റ്റ്യനിൽ? നിങ്ങൾക്ക് ചാറ്റിൽ റെസ്പോണ്ട് ചെയ്യാം. ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ചാറ്റ് ബോക്സിൽ ഇതിന്റെ ലിങ്ക് ഇത് ഇടുന്നുണ്ട്. ഓക്കെ ആണെങ്കിൽ ഒരു തംസ് അപ്പ് ഇത് ചെയ്യോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാമോ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആയിരുന്നോ? ഹലോ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാമോ?
റിപ്പീറ്റഡ്ലി കാണിക്കുന്ന ഒരു സ്ക്രീൻ ആരെങ്കിലും ഒന്ന് പറയോ? കേൾക്കുന്നുണ്ട്. ഹലോ, സ്ക്രീൻ വിസിബിൾ ആണോ? യെസ് മാം. ഓക്കെ, ഹലോ, നിർമ്മൽ, മാം ഹലോ, ഓക്കെ ആണോ? യെസ് മാം കേൾക്കാം. ഓക്കെ, ഞാൻ സ്ലൈഡ് എവിടെ തൊട്ടാണ് ഇത് കട്ടായി പോയത്? ജസ്റ്റ് സ്ക്രീൻ വിസിബിൾ ആണോടാ? യെസ്, ഇപ്പൊ വിസിബിളാ. ഓക്കെ, ഞാൻ ഹലോ, ഈ ക്വസ്റ്റ്യൻ പറഞ്ഞത് കേട്ടായിരുന്നോ? ക്വസ്റ്റ്യൻ നമ്പർ ഓക്കെ. ദെൻ മോഡ്യൂൾ 3 നമുക്ക് വരുന്നതാണ് എന്താണ് ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ, അപ്പാരന്റ് പവർ ആൻഡ് പവർ ഫാക്ടർ ഓഫ് ആൻ AC സർക്യൂട്ട്. ഇതൊക്കെ ഷോർട്ട് ആൻസർ ചോദിക്കുമ്പോൾ ഓരോ ഡെഫിനിഷനും 1 മാർക്ക് ഈച്ച് ആണ് വരുന്നത്. അപ്പോൾ ആക്റ്റീവ് പവർ എന്താണ്? ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി പവർ കൺസ്യൂംഡ് ഇൻ ദ സർക്യൂട്ടിനെയാണ് നമ്മൾ ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ വേറൊരു പേരാണ് ട്രൂ പവർ ഓർ അപ്പാരന്റ് പവർ അല്ലെങ്കിൽ റിയൽ പവർ. യൂണിറ്റ് മെഷേർഡ് ഇൻ കിലോവാട്ട്. അത്രയും എഴുതിയാൽ മാത്രമാണ് നമുക്ക് ആ 1 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ആക്റ്റീവ് പവർ എന്താണ്? ദെൻ റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി റിയാക്റ്റീവ് കമ്പോണൻസ് മേക്ക് ചെയ്യുന്ന നമ്മുടെ ഇൻഡക്ടറും കപ്പാസിറ്ററും ഒക്കെ മേക്ക് ചെയ്യുന്ന പവറിനാണ് റിയാക്റ്റീവ് പവർ. അത് നമ്മൾ മെഷർ ചെയ്യുന്നത് കിലോ വാട്ട് VAR ലാണ്. വോൾട്ട് ആംപിയർ റിയാക്റ്റീവ് ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ അപ്പാരന്റ് പവർ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് RMS വാല്യൂ ഓഫ് വോൾട്ടേജ് ആൻഡ് കറന്റിനെയാണ് നമ്മൾ അപ്പാരന്റ് പവർ VA.
അത് നമ്മൾ ഒന്നെങ്കിൽ കിലോ വാട്ടിൽ അല്ലെങ്കിൽ മെഗാ വാട്ടിലായിരിക്കും അപ്പാരന്റ് പവർ നമ്മൾ മെഷർ ചെയ്യുന്നത്. അതേപോലെ നെക്സ്റ്റ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ആക്റ്റീവ് പവർ ഡിവൈഡഡ് ബൈ അപ്പാരന്റ് പവർ ആണ് പവർ ഫാക്ടർ. അതിന്റെ യൂണിറ്റ് കോസ് ഫൈ ആണ് പവർ ഫാക്ടർ. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ നേരത്ത് അതിന്റെ ചെയ്യുമ്പോൾ R/Z ആണ് കോസ് ഫൈ വരുന്നത്. യൂണിയന്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. ഒരു പ്യൂർലി കപ്പാസിറ്റീവ് സർക്യൂട്ടിന്റെ കേസിൽ സീറോയും, പ്യൂർലി ഇൻഡക്റ്റീവ് കപ്പാസിറ്റീവ് സർക്യൂട്ടിന്റെ 0 ആയിരിക്കും കോസ് ഫൈ. ഫോർ പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ വാല്യൂ 1 ആയിരിക്കും. കോസ് ഫൈ 1 ആയിരിക്കും ഒരു പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട്. ഇൻഡക്റ്റീവ് സർക്യൂട്ടോ കപ്പാസിറ്റീവ് വാല്യൂ 0 to 1 ബിറ്റ്വീൻ വേരി ചെയ്തുകൊണ്ടിരിക്കും. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ മോഡ്യൂൾ 3 വരുന്നതാണ് ഈ നമ്മുടെ ഓരോ ഫോമിൽ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോ A+8+6J എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ഫോം ആണ്. റെക്ടാങ്കുലർ ഫോമിന് നമ്മൾ ട്രിഗ്നോമെട്രിക്കൽ എക്സ്പൊണൻഷ്യൽ പോളാർ ഫോം. നമ്മുടെ ഈ കാൽക്കുലേറ്ററിൽ നിന്ന് തന്നെ നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഏത് ഫോമിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ 8+6J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടാങ്കുലർ ഫോം ആണ്. അപ്പൊ നമ്മുടെ കാൽക്കുലേറ്ററിൽ നമ്മൾ റെക്ടാങ്കിൾ മോഡ് കോംപ്ലക്സിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാ ഫോമുകളിലും നമുക്ക് കിട്ടും. ഇപ്പോ 8+6J കോംപ്ലക്സിൽ ഇട്ട് കഴിഞ്ഞാൽ പോളാർ ഫോമില് നമ്മൾ ജസ്റ്റ് നിങ്ങൾ പോളാർ എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 ആംഗിൾ 36 എന്ന് കിട്ടും. ദെൻ അപ്പൊ ഈ നോർമൽ നമ്മൾ ഒരു റെക്ടാങ്കുലർ ഫോമിന് തന്നിട്ട് പോളാർ ഫോമിലാക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും? അതിന്റെ മാഗ്നിറ്റ്യൂഡ് പോളാർ ഫോമാണ് R ആംഗിൾ തീറ്റേനെയാണ് നമ്മൾ പോളാർ ഫോം, A+JBനെയാണ് നമ്മൾ റെക്ടാങ്കുലർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോളാർ ഫോം റെക്ടാങ്കുലർ ടു പോളാർ ഫോം എന്ന് പറഞ്ഞാൽ R കണ്ടുപിടിക്കാൻ സ്ക്വയർ റൂട്ട് ഓഫ് A² + B² ആണ് എന്ന് പറഞ്ഞാൽ 8² + 6², അപ്പൊ 10 കിട്ടും. ദെൻ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ tan ഇൻവേഴ്സ് B/A, ഇമാജിനറി ടേം ഡിവൈഡഡ് ബൈ റിയൽ ടേം. നമ്മുടെ ഈ നോക്കിക്കഴിഞ്ഞാൽ ഇമാജിനറി ടേം ആണ് 6, റിയൽ ടേം ആണ് 8. അപ്പൊ tan ഇൻവേഴ്സ് 6/A വരുമ്പോ നമുക്ക് 36 ഡിവൈഡഡ് ബൈ 86 വരും. അപ്പൊ പോളാർ ഫോമിലേക്ക് ആവുമ്പോൾ R ആംഗിൾ തീറ്റ 10 ആംഗിൾ 36 വരും. ദെൻ ട്രിഗ്നോമെട്രിക് ഫോമിലേക്ക് വരുമ്പോൾ നമ്മള് അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമാണ് R × cos θ + J sin θ. അപ്പൊ മോളിൽ നമ്മൾ ഓൾറെഡി ഇവിടെ R കണ്ടുപിടിച്ചു. R-ന്റെ വാല്യൂ 10 ആണ്. അപ്പൊ തീറ്റയുടെ വാല്യൂ 36.8. അപ്പൊ നമ്മൾ ആ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ട്രിഗ്നോമെട്രിക് ഫോം ആകും 10 × cos 36.86 + J sin 36.86. നമുക്ക് ട്രിഗ്നോമെട്രി. ദെൻ നെക്സ്റ്റ് നമുക്ക് ചോദിച്ചിരിക്കുന്ന എക്സ്പൊണൻഷ്യൽ ഫോം ആണ്. എക്സ്പൊണൻഷ്യൽ ഫോം എന്ന് പറഞ്ഞാൽ R e⁻j⁻θ ആണ്. ഓൾറെഡി നമ്മൾ R-ന്റെ വാല്യൂ കണ്ടുപിടിച്ചു, തീറ്റയുടെ വാല്യൂ. അപ്പൊ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഇട്ടാൽ മതി. നോർമലി നമ്മുടെ A+JB ഫോം ആണ് നമുക്കുണ്ട്. A+JB ഫോമിന് നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് A² + B² ചെയ്യുമ്പോഴാണ് നമ്മൾ ചെറിയ ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുണ്ട് മാഗ്നിറ്റ്യൂഡ് എടുക്കണേ. സ്ക്വയർ റൂട്ട് ഓഫ് A² + B² ചെയ്യുമ്പോഴാണ് നമുക്ക് മാഗ്നിറ്റ്യൂഡ് പോർഷൻ കിട്ടുന്നത്. ആംഗിൾ പോർഷൻ കിട്ടാൻ വേണ്ടി tan ഇൻവേഴ്സ് B/A ചെയ്താൽ മതി. ദെൻ അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഈ ഒരു ഫോം തന്നിട്ട് നെക്സ്റ്റ് ഫോമിലേക്ക് ഇപ്പോ കൺവേർഷൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ കാൽക്കുലേറ്ററിൽ ആ പോളാർ ടു റെക്ട് കൺവേർഷൻസ് ഒക്കെ നമുക്ക് ഡയറക്റ്റ് ഉണ്ട്, അതൊന്ന് നോക്കണം. അതല്ലെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ മൊഡ്യൂൾ 3 നമുക്ക് 2 10 മാർക്ക് ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനു മുമ്പായിട്ട് കുറച്ച് ഫോർമുലാസ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL ആണ് 2πfL വരും. ദെൻ അതേപോലെ തന്നെ ഇൻഡക്റ്റീവ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് XC, 1/2πfC കിട്ടും. ദെൻ ഇംപെഡൻസ് Z, ദെൻ cos φ R/Z, പവറിന്റെ ഇക്വേഷൻ VI cos φ. നമ്മൾ ആ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇത് 10 മാർക്ക് മൊഡ്യൂൾ 3 നമുക്ക് മൊഡ്യൂൾ 1 മൊഡ്യൂൾ 3 10 മാർക്ക് ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് കുറച്ച് ഇക്വേഷൻസ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി.
അപ്പൊ ഇവിടെ നമുക്ക് ഇതുണ്ട്, ഇതൊരു മോഡ്യൂൾ 3-ലെ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നത്. ഇവിടെ നമുക്കൊരു റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും തന്നിട്ടുണ്ട്, വാല്യൂസ് കണക്റ്റഡ് അക്രോസ് 230 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇംപെഡൻസ്, കറണ്ട്, പവർ ഇൻ ദി സർക്യൂട്ട്, പവർ ഫാക്ടർ ഒക്കെയാണ്. അപ്പോ അതിനകത്ത് ഓരോന്നും കണ്ടുപിടിക്കണേനുള്ള ഇതാണ് നമുക്ക് ഇവിടെ ചെയ്യുന്നത്. മാർക്ക് കണ്ടു. നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് നോക്കാം. അപ്പോൾ ഗിവൺ പ്രോബ്ലം ആണ് ഒരു നമുക്ക് തന്നിരിക്കുന്നത്. ഈ പ്രോബ്ലം ഇപ്പൊ R, L, C വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ഇംപെഡൻസ്, കറണ്ട്, വോൾട്ടേജ് അക്രോസ് RLC ആൻഡ് പവർ കൺസ്യൂംഡ്. 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചുകൊണ്ട് പോകേണ്ട പ്രോബ്ലംസ് ആണ്. കാരണം റിപ്പീറ്റഡ്ലി ഈ ഒരു മോഡ്യൂൾ 3 ചോദിക്കുന്നത് ഈ പാറ്റേണിൽ നിന്നാണ്. മോഡ്യൂൾ 3-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 2 ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത്, ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യനിലുള്ള R-ഉം L-ഉം C വാല്യൂസ് ഒക്കെ നമ്മൾ എടുത്തെഴുതുക. R-ഉം L-ഉം C വാല്യൂസ് എടുത്തെഴുതുക. ദെൻ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഇംപെഡൻസ് ആണ്. ഇംപെഡൻസ് കണ്ടുപിടിക്കേണ്ട ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ R² + XL - XC ഹോൾ സ്ക്വയർ ആണ്. അതിനൊപ്പം നമ്മൾ XL-ഉം XC-യും കണ്ടുപിടിക്കണം. L-ഉം C-യും ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ XL കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്, XL അറിഞ്ഞിരുന്നാൽ മതി, 2πfL ആണ്. F ഫ്രീക്വൻസി 50 ഹെർട്സ്, L-ന്റെ വാല്യൂ നമുക്ക് 0.3 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ XL കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ XC എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് 1/ωc. ഒമേഗയാണ് 2πf. 1/ωc XC കണ്ടുപിടിക്കുക. നമ്മള് മാറിപ്പോവരുത്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL ആണെങ്കിൽ 2πfL-ഉം കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC ആണെങ്കിൽ 1/ωc ആണ്. 1/ωയാണ് 2πf. അങ്ങനെ XL-ഉം XC-യും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ Z ആണ്, ഇംപെഡൻസിനെയാണ് Z എന്ന് പറയുന്നത്. AC സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് നമ്മൾ പറയണതാണ് ഈ ഇംപെഡൻസ് ആണ് വരുന്നത്. അതിനകത്ത് R² + XL - XC ഹോൾ സ്ക്വയർ വരും. അപ്പൊ √10² + XL - XC ഹോൾ സ്ക്വയർ. അപ്പൊ XL-ഉം XC-യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. R-ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ Z-ന്റെ വാല്യൂ നമുക്ക് കിട്ടും. Z 63.21. കാൽക്കുലേറ്ററിൽ XL XC കാൽക്കുലേറ്റ് ചെയ്യണ ഇക്വേഷൻ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. ഇക്വേഷൻസ് അറിഞ്ഞിരുന്നാൽ മതി. ദെൻ ഇംപെഡൻസിന്റെ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി, XL-ഉം XC. ദെൻ Z-നെ നമ്മൾ മറ്റേ കോംപ്ലക്സ് ഫോമിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അവിടെ അതിന്റെ ആംഗിൾ കിട്ടും. R + jx. R-ന്റെ വാല്യൂ 10 ആയിരുന്നു. X-ന്റെ വാല്യൂ നമ്മൾ കൊടുക്കുമ്പോഴാണ് jx കിട്ടാൻ വേണ്ടി XL - XC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10 + j 62.41 കിട്ടും. ദെൻ അതിനെ നമ്മൾ റെക്ടാങ്കുലർ ടു പോളാർ ഫോം ആക്കുമ്പോഴാണ് നമുക്ക് 63.21 ആംഗിൾ 80 വരുന്നത്. ദെൻ നമുക്ക് ഓംസ് ലോ പോലെ V = IR ആണ്. R-ന്റെ സ്ഥാനത്താണ് ഇവിടെ Z വരുന്നത്. അപ്പൊ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി V/Z. അപ്പൊ V എന്ന് പറഞ്ഞാൽ 230 / Z. നമ്മൾ ഇംപെഡൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്, തൊട്ട് മുകളിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കറണ്ട് കിട്ടി. കറണ്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ആംഗിൾ ആണ് ഇവിടുത്തെ φ എന്ന് പറയുന്നത്. അപ്പൊ പവർ ഫാക്ടർ cos φ ആണ്. അപ്പൊ φക്ക് ആ വാല്യൂ ഇട്ട് കഴിയുമ്പോൾ പവർ ഫാക്ടർ കിട്ടി. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇംപെഡൻസ് ഉണ്ടായിരുന്നു, കറണ്ട് ഉണ്ടായിരുന്നു, പവർ ഫാക്ടർ ഉണ്ടായിരുന്നു, വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ I × R ആണ്. I നമ്മൾ കണ്ടുപിടിച്ചു, R ഉണ്ട്. I × R വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ. ദെൻ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടറിനെയാണ് നമ്മൾ VL എന്ന് പറയുന്നത്, I × XL. അപ്പൊ I ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, XL വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ I × XL കിട്ടി. ദെൻ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ I × XC. അപ്പോ I ഓൾറെഡി കറണ്ട് × XC നമുക്ക് കിട്ടി, കപ്പാസിറ്റി റിയാക്ടൻസ് കിട്ടുമ്പോൾ VR, VL, VC കിട്ടി. ദെൻ പവർ ഫാക്ടർ നമുക്ക് 0.58 കിട്ടിയിട്ടുണ്ട്. ദെൻ പവർ കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? VI cos φ. ആക്ച്വൽ പവർ ആണ്. V-യും I-യും നമുക്കറിയാം, cos φ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പവർ കൺസ്യൂംഡ് കിട്ടി. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ആ ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇത് മോഡ്യൂൾ 3-ൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഇതിനകത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇംപെഡൻസിന്റെ ഇക്വേഷൻ. ഇംപെഡൻസിന്റെ ഇക്വേഷൻ
ഇസഡ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ആണ്. അപ്പൊ ഇതിനകത്ത് സിയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ആറും എല്ലും മാത്രം എടുത്താൽ മതി. ഇനി എല്ല് തന്നിട്ടില്ലെങ്കിൽ ആറും സിയുടെ വാല്യൂ മാത്രം എടുത്താൽ മതി. അപ്പൊ ആർ എൽ ആകാം, ആർ സി ആകാം, ആർ എൽ സി സർക്യൂട്ട് ആകാം. ദെൻ എക്സ് എൽ ആണോ എക്സ് സി കണ്ടുപിടിക്കുക, ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി. ദെൻ കറണ്ട് കണ്ടുപിടിക്കുക, വി ബൈ ഇസഡ്. ദെൻ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ഐ ഇൻറ്റു ആർ, വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ഐ ഇൻറ്റു എക്സ് എൽ, വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഐ ഇൻറ്റു എക്സ് സി. അങ്ങനെ വി ആർ, വി എൽ, വി സി കണ്ടുപിടിക്കുന്നു. പവർ കൺസ്യൂംഡ് വി ഐ കോസ് ഫൈ. അങ്ങനെ നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കുമ്പോൾ 2 മാർക്ക്, 2 മാർക്ക് ഈച്ച്. അങ്ങനെ 5 കാര്യങ്ങൾ ഉണ്ടാവും. 5 into 2 10 മാർക്ക് ഈസി സ്കോർ ചെയ്യാൻ. ജസ്റ്റ് കാൽക്കുലേറ്ററിൽ വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളൂ ഫോർമുലാസ് വെച്ചോണ്ട്. ദെൻ മൊഡ്യൂൾ 3 ഒരു ഷോർട്ട് അഡ്വാൻറ്റേജ് ഓഫ് 3 phase സർക്യൂട്ട് ഓവർ സിംഗിൾ ഫേസ്. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതൊരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്. ഇങ്ങനത്തെ പ്രോബ്ലംസ് നിങ്ങൾ നോക്കിയിട്ട് പോകണം. നമ്മുടെ ഡ്രൈവിൽ ഞാൻ ഷെയർ ചെയ്യുന്നതിലൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ പ്രോബ്ലം പറഞ്ഞത് ക്ലിയർ ആണോ? ഹലോ, ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അഡ്വാൻറ്റേജ് ഓഫ് 3 phase സിസ്റ്റം ഓവർ സിംഗിൾ ഫേസ്. അപ്പോ 3 phase സിംഗിൾ ഫേസ് എന്താണ് അഡ്വാൻറ്റേജ് ഓവർ സിംഗിൾ ഫേസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ 4 മാർക്കാണെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇത് എപ്പോഴും ചോദിക്കുന്നത്. അപ്പൊ 4 പോയിന്റ്സ് എഴുതിയാൽ മതി. ഒരു 3 phase ആണെങ്കിൽ 3 phase നമ്മൾ ചീപ്പർ ആണ്, ബെറ്റർ വോൾട്ടേജ് റെഗുലേഷൻ ആണ്, ലോസസ് കുറവാണ്. ദെൻ 3 phase മെഷീൻ ഗ്രേറ്റർ ഔട്ട്പുട്ട് തരും ഒരു സിംഗിൾ ഫേസ് മെഷീനേക്കാളും. അതേപോലെ തന്നെ 3 phase മോട്ടോഴ്സ് ഒക്കെ സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ് കമ്പയറിംഗ് ടു സിംഗിൾ ഫേസ്. ജസ്റ്റ് ആ പോയിന്റ്സ് ഒന്ന് എഴുതിയാൽ മതി. ചീപ്പർ, ബെറ്റർ വോൾട്ടേജ് റെഗുലേഷൻ, ലോസസ് കുറവാണ്, പാരലൽ ഓപ്പറേഷൻ പോസിബിൾ ആണ്, ഗ്രേറ്റർ ഔട്ട്പുട്ട് ആണ്. ദെൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരു ഷോർട്ട് ആൻസറിൽ വരുന്ന റിലേഷൻ ബിറ്റ്വീൻ ലൈൻ വോൾട്ടേജ് ആൻഡ് ഫേസ് ലൈൻ കറന്റ് ഇൻ എ ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റം. എന്താണ് റിലേഷൻ? ഒരു ഡെൽറ്റ കണക്റ്റഡില് ലൈൻ കറണ്ടും ഫേസ് കറണ്ടും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ കറണ്ട് ഈസ് ഈക്വൽ ടു √3 ഫേസ് കറണ്ട് ആണ്. അപ്പോ നമ്മൾ എക്സാം നിങ്ങൾ എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഫേസ് റിലേഷൻഷിപ്പ് എഴുതണം. അപ്പൊ നമ്മുടെ ഫേസ് കറണ്ട് ആണ് IR, IY, IB ഒക്കെയാണ് ഫേസ് കറണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യണത്. അതുപോലെ തന്നെ ലൈൻ കറണ്ടുകൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ് IR ലൈൻ കറണ്ടുകളാണ് IR മൈനസ് IB, IB മൈനസ് IY, IY മൈനസ് IR. അപ്പൊ ലൈൻ കറണ്ട് ഫേസ് കറണ്ടിന്റെ റിലേഷൻ നമ്മൾ ഫേസർ ഡയഗ്രത്തിൽ നിന്നാണ് എഴുതുന്നത്. ഇപ്പൊ ഫേസർ ഡയഗ്രത്തിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ ലൈൻ കറണ്ട് ഇവിടെ നമ്മൾ IR-ഉം IB, IY ഒക്കെ 120 ഡിഗ്രി ഫേസ് ഡിഫറൻസിലാണ്. ഓരോ ഫേസുകളും തമ്മിൽ 120 ഡിഗ്രി ഫേസ് ഡിഫറൻസിലാണ് ഇരിക്കുന്നത്. അതിൽ നിന്ന് IB-യുടെ റിസൾട്ടന്റ് ആണ് മൈനസ് IB വരുന്നത്. അപ്പൊ IR-ഉം മൈനസ് IB-യും തമ്മിൽ 60 ഡിഗ്രി ആണ് ഫേസ് ഡിഫറൻസ് വരുന്നത്. പിന്നെ അതിന്റെ പാരലലോഗ്രാം വെച്ച റിസൾട്ടന്റ് ആണ് IR മൈനസ് IB. അപ്പൊ IR മൈനസ് IB നമ്മൾ പാരലലോഗ്രാം അപ്ലൈ ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് 2AB കോസ് തീറ്റ നമ്മൾ സ്കൂളുകളിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അതേപോലെ നമ്മൾ ഇവിടെ പാരലലോഗ്രാം അപ്ലൈ ചെയ്യുമ്പോൾ IR സ്ക്വയർ പ്ലസ് IB സ്ക്വയർ പ്ലസ് 2IR IB കോസ് 60 എന്ന് പറഞ്ഞാൽ IR-ഉം IB-യും തമ്മിലുള്ള ആംഗിൾ ആണ് 60 ഡിഗ്രി. അത് കോസ് 60. ദെൻ നമ്മൾ IR-ഉം IB എന്തായിരുന്നു? നമ്മുടെ ഫേസ് കറന്റുകളാണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. IR-നും IB-ക്ക് I ഫേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. നമ്മൾ ദെൻ കോസ് 60-യുടെ വാല്യൂ 1/2. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 ഉം 2 ഇവിടെ ക്യാൻസൽ ആയി പോകും. ദെൻ 3I ഫേസ് സ്ക്വയർ എന്ന് വരും. അതിനകത്ത് √3 സ്ക്വയർ പോയി കഴിയുമ്പോൾ √3I ഫേസ്. നമുക്കിവിടെ കിട്ടുന്ന റിലേഷൻ ലൈൻ കറണ്ട് ഈസ് ഈക്വൽ ടു √3 ഫേസ് കറണ്ട് ആണ് ഒരു ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റത്തിൽ. ഈ ഫേസർ ഡയഗ്രാം വരച്ചിട്ട് നിങ്ങൾ ഈ റിലേഷൻ എഴുതിയാലാണ് നിങ്ങൾക്ക് 4 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അതേപോലെയാണ് ഒരു സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിലെ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും. സിമിലർലി നമ്മുടെ ഇതേപോലെ തന്നെ ഇവിടെ എന്തുള്ളൂ? കറണ്ട് മാറി ഇവിടെ വോൾട്ടേജ് ആവുന്ന മാത്രമേ ഉള്ളൂ. നമ്മുടെ ലൈൻ കറണ്ട് മാറി ലൈൻ കറണ്ട് ആണ് IRY എന്ന് പറയുന്നത്. ഫേസ് കറണ്ട് ആണ് IR, IY, IB ഓരോ ഫേസിലുള്ള.
നമ്മൾ അഗെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. IR സ്ക്വയർ പ്ലസ് IY സ്ക്വയർ പ്ലസ് 2IR IY കോസ് ഫേസർ ഡയഗ്രാം വെച്ചോണ്ട് ദെൻ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ അഗെയിൻ ഫേസ് കറന്റ് ലൈൻ കറന്റ് ഈസ് ഈക്വൽ ടു √3 ഫേസ് കറന്റ് എന്ന് കിട്ടും. ഒരു സ്റ്റാർ കണക്ഷനും നമ്മുടെ ഒരു 3 ഫേസിനെ നമുക്ക് രണ്ടായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സ്റ്റാർ കണക്റ്റഡും ഡെൽറ്റ കണക്റ്റഡ്, ഒരു വൈ പാറ്റേണിലും ഒരു ട്രയാങ്കുലർ പാറ്റേണിലും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ കമ്പാരിസൺ ടേബിൾ ആണ് കഴിഞ്ഞത്. നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ഒരു ഇക്വേഷൻസ് അറിയാമെങ്കിൽ നമുക്ക് ഈ മോഡ്യൂൾ 3-ലെ നെക്സ്റ്റ് 4 മാർക്ക് essay ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും സെയിം ആണ്. ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് √3 ഫേസ് വോൾട്ടേജ്. അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനിയുള്ള പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട റിലേഷൻ നമ്മുടെ പ്രോബ്ലം നമുക്ക് സ്റ്റാറിലും തരും, ഡെൽറ്റയിലെയും ഇങ്ങനത്തെ ലൈൻ കറണ്ട്, ഫേസ് കറണ്ട്, ലൈൻ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ്, അതേപോലെ തന്നെ ടോട്ടൽ പവർ ഒക്കെയാണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. അപ്പോ ലൈൻ കറണ്ട് ഒരു സ്റ്റാർ കണക്ഷനിലെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും സെയിം ആണെന്ന് അറിയുക. ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് √3 ഫേസ് വോൾട്ടേജ് ആണ്. ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ √3 VL IL cos phi അല്ലെങ്കിൽ 3 V phase I phase cos phi ആയിരിക്കും. ഇനി ഡെൽറ്റയിലേക്ക് വരുമ്പോൾ എന്താണ്? വോൾട്ടേജ് ആണ് സെയിം, കറന്റ് ആണ് ഡിഫറൻസ്. ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു √3 ഫേസ് വോൾട്ടേജ്. ആ റിലേഷൻ അറിഞ്ഞിരിക്കും. അതേപോലെ ലൈൻ കറന്റ് ഈസ് ഈക്വൽ ടു ഫേസ് കറന്റ്, ടോട്ടൽ പവർ √3 VL IL cos phi. അപ്പോ ഈ ഒരു ടേബിളിലെ സ്റ്റാറിലെയും ഡെൽറ്റയിലെയും ഇത് റിലേഷൻസ് അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വരുന്ന പ്രോബ്ലം ചെയ്യാം. ഈ പ്രോബ്ലം മോഡ്യൂൾ 3-ലെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, 10 മാർക്ക് സ്കോർ ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ മോഡ്യൂൾ 3-ലെ പാറ്റേൺ ഇനി ഇതിന് ഓറായിട്ട് വരുന്നതാണ് ഈ സ്റ്റാറും ഡെൽറ്റയിലെ പ്രോബ്ലം വരുന്നത്. അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് ലൈൻ വോൾട്ടേജ്. ഒരു സ്റ്റാറിലെ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജിന്റെ റിലേഷൻ, ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ 3 ഫേസ് ആകുമ്പോൾ √3 VL IL cos phi, റിയാക്റ്റീവ് പവർ √3 VL IL sin phi, അപ്പാരന്റ് പവർ √3 VL. ആക്റ്റീവ് പവേഴ്സ് റിമെയിൻ സെയിം ആണ് ഡെൽറ്റയില്. ആ ലൈൻ കറണ്ടും ലൈൻ വോൾട്ടേജും തമ്മിലാണ് ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ നമുക്ക് അതിലെ പ്രോബ്ലംസ് നോക്കാം. ഒരു 3 ഇമ്പിഡൻസ് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ് ഒക്കെ തന്നിരിക്കുകയാണ്. സ്റ്റാറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഡെൽറ്റയിലും തന്നിട്ടുണ്ട്. നമുക്ക് ലൈൻ കറണ്ട്, ഫേസ് കറണ്ട്, പവർ ഫാക്ടർ എല്ലാം കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. ഓരോന്ന് കണ്ടുപിടിക്കുന്നതിന് 1 മാർക്ക് ഈച്ച് ആണ്. ജസ്റ്റ് നമ്മൾ ആ ഫോർമുലാസിൽ വാല്യൂസ് കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ പ്രോബ്ലത്തിലെ നമ്മുടെ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രോബ്ലം ആണ് എടുത്തിരിക്കുന്നത്. ഒരു 3 ഫേസ് ബാലൻസ്ഡ് ലോഡില് റെസിസ്റ്റർ 6 ohm ഉണ്ട്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് 8 ohm തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദ ലൈൻ കറന്റ്, പവർ അബ്സോർബ്ഡ് ഇൻ സ്റ്റാർ ആൻഡ് ഡെൽറ്റ. നമുക്ക് ആ പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം. അപ്പോ ഫസ്റ്റ് നമുക്ക് ഗിവൺ ഇവിടെ R-ന്റെയും L-ന്റെയും വാല്യൂ ആണ് തന്നിരിക്കുന്നത്. റെസിസ്റ്റൻസ് 6 ohm, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ XL ആണ് 8 ohm. അപ്പൊ ഓൾറെഡി ഡയറക്റ്റ് നമുക്ക് ഗിവൺ പാരാമീറ്റേഴ്സ് എടുത്ത് എഴുതണം. എപ്പോഴും ഒരു 3 ഫേസ് സിസ്റ്റത്തിൽ തന്നിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജ് ആണ്. അത് എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഒരു 3 ഫേസ് പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന വോൾട്ടേജ് ലൈൻ വോൾട്ടേജ് ആണ് 400 വോൾട്ട് എന്ന് പറയുന്നത്. ഇത് സ്റ്റാർ ആണെങ്കിലും ഡെൽറ്റ ആണെങ്കിലും ഗിവൺ വോൾട്ടേജ് എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജ് ആണ്. അപ്പൊ ഗിവൺ പാരാമീറ്റേഴ്സ് ആദ്യം നിങ്ങൾ എടുത്തെഴുതണം. ലൈൻ വോൾട്ടേജ് 400, R-ന്റെ വാല്യൂ 6 ohm എഴുതണം, XL 8 ohm. അപ്പൊ എല്ലാണ് നമുക്ക് തന്നിരിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്? ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് XL കണ്ടുപിടിക്കണം. അപ്പൊ ഡയറക്റ്റ് എല്ലാണ് തന്നിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫൈൻഡ് XL കണ്ടുപിടിക്കണം. XL എന്ന് പറഞ്ഞാൽ 2π FL വെച്ചോണ്ട് XL കണ്ടുപിടിച്ചിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, ഇമ്പിഡൻസ് കണ്ടുപിടിക്കാൻ. അപ്പോ നമുക്ക് ഗിവൺ ഫസ്റ്റ് ലൈൻ വോൾട്ടേജ് ഉണ്ട്, R-ന്റെ വാല്യൂ, XL-ന്റെ വാല്യൂ ഉണ്ട് ഈ ഗിവൺ പ്രോബ്ലത്തിൽ. ഫേസ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ എന്താ? ഒരു സ്റ്റാറിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ എന്താ? ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു √3 ടൈംസ് ഫേസ് വോൾട്ടേജ്, അല്ലെങ്കിൽ ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VL by √3. അപ്പോൾ നമ്മൾ 400 ഡിവൈഡഡ് ബൈ √3 ചെയ്യുമ്പോൾ നമുക്ക് ഫേസ് വോൾട്ടേജ് കിട്ടും. ഫേസ് വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഫേസ് കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഫേസ് കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഫേസ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഫേസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ Z ഫേസ് ആണ്.
ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇസഡ് ഫേസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇസഡ് ഇംപെഡൻസ് എങ്ങനെയാണ്? ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ എൽ സർക്യൂട്ട് ആയിരുന്നു. ആറും എല്ലും ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ആർ സി ആണെങ്കിൽ ആറും സിയും കൺസിഡർ ചെയ്യണം. ആർ എൽ സി ആണെങ്കിൽ എന്ത് ചെയ്യും? ഇംപെഡൻസിന്റെ ഇക്വേഷൻ എന്ത് വരും? ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ വരും. then നമുക്ക് ഇംപെഡൻസ് കിട്ടി. ഇംപെഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വി ബൈ ഇസഡ്. വി ബൈ ഇസഡ് നമ്മൾ കൊടുത്തു, അപ്പൊ കറണ്ട് കിട്ടി. ഇനി ഒരു സ്റ്റാറിൽ കറണ്ട്, ലൈൻ കറണ്ടും ഫേസ് കറണ്ടും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ലൈൻ കറണ്ട് ഈക്വൽ ടു ഫേസ് കറണ്ട് കൊടുത്തു. ദെൻ ഇനി പവറിന്റെ ഇക്വേഷൻ എന്താ? √3 VL IL cos phi. VL ലൈൻ വോൾട്ടേജ്, IL ലൈൻ കറണ്ട്. അപ്പൊ ഓൾറെഡി VL നമുക്ക് 400 വോൾട്ട് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിലായിരുന്നു. നമ്മുടെ തൊട്ട് മുകളിൽ ഫേസ് വോൾട്ടേജ്, ഫേസ് കറണ്ട് ഈസ് ഈക്വൽ ടു ലൈൻ കറണ്ട് ആണ്. ലൈൻ കറണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ദെൻ കോസ് ഫൈയുടെ വാല്യൂ, ഫൈയുടെ വാല്യൂ കൊടുത്തു. പവർ ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കാൻ, ഒന്നെങ്കിൽ നമുക്ക് കോസ് ഫൈ കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ ഉണ്ട്, ആർ ബൈ ഇസഡ്. കോസ് ഫൈ ഈസ് ഈക്വൽ ടു ആർ ബൈ ഇസഡ് എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ട്. കോസ് ഫൈ ഈസ് ഈക്വൽ ടു ആർ ബൈ ഇസഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ വാല്യൂ കിട്ടും. ദെൻ ഫൈ കണ്ടുപിടിക്കാൻ കോസ് ഇൻവേഴ്സ് ചെയ്താൽ മതി. ദെൻ പവർ ഫാക്ടർ √3 VL IL കോസ് ഫൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പവർ കിട്ടി. അപ്പൊ സ്റ്റാറിലെ പ്രോബ്ലത്തിന് 5 മാർക്കാണ്. ജസ്റ്റ് ആ ഡയറക്റ്റ് ഈ മൊഡ്യൂൾ 3 ഈ സ്റ്റാർ ഡെൽറ്റയുടെ പ്രോബ്ലം നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ പോകരുത്. അത് അറിയണം ചെയ്യാൻ വേണ്ടി. ജസ്റ്റ് ലൈൻ കറണ്ട്, ലൈൻ വോൾട്ടേജ്, ആ റിലേഷൻസ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. സ്റ്റാറിലാണെങ്കിൽ ലൈൻ വോൾട്ടേജ് ആണ് 400 തന്നിട്ടുണ്ടായിരിക്കുക. ദെൻ ഫേസ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി VL ബൈ √3. ദെൻ ഫേസ് കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയോ ഫേസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇസഡ് ഫേസ് ആണ്. ഇസഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഇംപെഡൻസ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ കണ്ടുപിടിക്കും. ദെൻ സ്റ്റാറിന്റെ കേസിൽ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി പവറിന്റെ ഇക്വേഷനിൽ. അങ്ങനെ ഈ ഡെൽറ്റയിലേക്ക് വരുമ്പോഴോ സെയിം തന്നെയാണ്. ഡെൽറ്റയിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും എന്താ? ഡെൽറ്റയുടെ റിലേഷൻ നമ്മൾ നോക്കിയപ്പോ പഠിച്ചായിരുന്നു. ഡെൽറ്റയിൽ ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് ആണ് അല്ലേ? അപ്പോ ഇവിടെ ഡെൽറ്റയിലെ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ലൈൻ വോൾട്ടേജ് ഇവിടെ എന്താ? ഈസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് 400. ദെൻ ഇംപെഡൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് നേരത്തെ. ഇംപെഡൻസ് ഇസഡ് ഫേസ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ ഐ ഫേസ് കാണാൻ വേണ്ടി എന്ത് ചെയ്യും? വി ഫേസ് ഡിവൈഡഡ് ബൈ ഇസഡ് ഫേസ്. 400 ഡിവൈഡഡ് ബൈ 10 ആംഗിൾ 53 ഐ ഫേസ് ചെയ്തു. ദെൻ ഇവിടെ എന്താണ്? ഒരു ഡെൽറ്റയിൽ ലൈൻ കറണ്ട് ഈക്വൽ ടു √3 ഫേസ് കറണ്ട് ആണ്. അപ്പോ ലൈൻ കറണ്ട് ഈക്വൽ ടു √3 ഫേസ് കറണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ലൈൻ കറണ്ട് കിട്ടി. പവർ എന്ന് പറഞ്ഞാൽ സെയിം തന്നെ, √3 VL IL cos phi മൾട്ടിപ്ലൈ ചെയ്തു പവറിന്റെ ഇക്വേഷൻ. അപ്പോ ഈ പ്രോബ്ലം ഒക്കെ ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാവുന്നുള്ളൂ. ഇങ്ങനത്തെ പ്രോബ്ലം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഈസി ആയിട്ട് നമുക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഡയറക്റ്റ് ഇക്വേഷൻ. ആ സ്റ്റാറും ഡെൽറ്റയുടെയും റിലേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അത് കണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർ ഡെൽറ്റയുടെ പ്രോബ്ലം ക്ലിയർ ആയോ? സ്റ്റാർ ഡെൽറ്റയുടെ പ്രോബ്ലം ക്ലിയർ ആണോ? ദെൻ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ ഇതുകൂടി, ഇതൊക്കെ നമുക്ക് മോഡ്യൂൾ 3 10 മാർക്കിന്റെ പ്രോബ്ലംസ് ആണ്. ആ കണ്ടുപിടി ഞാനൊന്ന് ജസ്റ്റ് ബ്രീഫ് ആയിട്ട് കാണിക്കുന്നുള്ളൂ. 8+6G പെർ ഫേസ് കണക്ട് ചെയ്തിട്ടുണ്ട്. 400 വോൾട്ട് ആണ്. നമുക്ക് ലൈൻ കറണ്ട്, പവർ ഫാക്ടർ, ആക്റ്റീവ്, റിയാക്റ്റീവ്, അപ്പാരന്റ് പവർ എല്ലാം കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് ഇംപെഡൻസ് ഇവിടെ ഡയറക്റ്റ് തന്ന 8+6G. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുവാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇംപെഡൻസ് പെർ ഫേസ് √R² + 6² 10 കിട്ടി. ദെൻ ഒരു സ്റ്റാർ കണക്റ്റഡ് ആണ്. നമുക്കറിയാം ഫേസ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ലൈൻ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ √3. അപ്പൊ ഫേസ് വോൾട്ടേജ് കിട്ടി. ദെൻ ഫേസ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇംപെഡൻസ്. അപ്പൊ ഫേസ് കറണ്ട് കിട്ടി. പിന്നെ സ്റ്റാറിൽ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും ഈക്വൽ ആണ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി കോസ് ഫൈ എന്ന് പറഞ്ഞാൽ R/Z പവർ ഫാക്ടർ കിട്ടി. കോസ് ഫൈ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്. ദെൻ ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ √3 VL IL cos phi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആക്റ്റീവ് പവർ കിട്ടി. അപ്പാരന്റ് പവർ √3 VL IL ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. റിയാക്റ്റീവ് പവർ √3 VL IL sin phi. ഫൈയുടെ വാല്യൂ ആണ് 0.8. നമ്മള് കോസ് ഫൈ ആണ് 0.8.
അപ്പൊ sin 5 കിട്ടാൻ വേണ്ടി എന്താ കോസ് ഇൻവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് 0.86 കിട്ടും. അങ്ങനെ ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ, അപ്പാരന്റ് പവറും കണ്ടുപിടിച്ചു. ഇതൊക്കെ നമുക്ക് 10 മാർക്സ് പ്രോബ്ലം ആണ് മോഡ്യൂൾ 3. ഇത്രയാണ് നമുക്ക് ബേസിക് ഇലക്ട്രിക്കലിൽ നിന്ന് വരുന്ന നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. മോഡ്യൂൾ 3 RL സർക്യൂട്ടും RC RLCയുടെയും സ്റ്റാറും ഡെൽറ്റയുടെയും പ്രോബ്ലം 10 മാർക്കിന് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലംസ് ആണ്. ഡയറക്റ്റ് ഈ റിലേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നിങ്ങൾ ഒരു സ്റ്റാർ ഡെൽറ്റ 3 ഫേസ് സ്റ്റാറിന്റെ റിലേഷനും 3 ഫേസ് ഡെൽറ്റയുടെ റിലേഷനും അറിഞ്ഞിരിക്കുക. ദെൻ വാല്യൂസ് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രോബ്ലം വോൾട്ടേജ്, കറണ്ട്, ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ, ഇംപെഡൻസ് കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ വാല്യൂസ് ഇക്വേഷൻസ് എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഉണ്ട്. ഇൻ കേസ് നമുക്ക് പ്രോബ്ലം തെറ്റിപ്പോയാലും ആ ഇക്വേഷൻ റിലേഷൻഷിപ്പ്, ഒരു സ്റ്റാറിന്റെ പ്രോബ്ലം ആണ്, ആ റിലേഷൻഷിപ്പ് എഴുതാം. ലൈൻ കറണ്ട് ഈക്വൽ ടു √3 ടൈംസ് ഫേസ് കറണ്ട്, ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു √3 ടൈംസ് ഫേസ് വോൾട്ടേജ്, ലൈൻ കറണ്ട് ഈക്വൽ ടു ഫേസ് കറണ്ട്, ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ, അപ്പാരന്റ് പവറിന്റെ ഇക്വേഷൻ, അതേപോലെ ഡെൽറ്റയിൽ. അങ്ങനെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ മാക്സിമം പ്രോബ്ലം പേപ്പർ ആണെന്ന് വിചാരിച്ച് നിങ്ങൾ പ്രോബ്ലം അല്ല, ശരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി, ജസ്റ്റ് ചുമ്മാ സിമ്പിൾ വാല്യൂസ് ഇക്വേഷൻസിൽ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന കാൽക്കുലേറ്ററിലേ ഉള്ളൂ. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ബേസിക് ഇലക്ട്രിക്കലിൽ നിന്ന് നമുക്ക് 50 മാർക്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഒരു 30 മാർക്കൊക്കെ 3 പ്രോബ്ലംസും എസ്സേ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെയാ വരുന്നത്. അതൊക്കെ പഠിച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഞാൻ ഈ സ്ലൈഡ് എവിടെയാണ് ഷെയർ ചെയ്യേണ്ടതെന്നൊന്ന് പറയോ? ചാറ്റ് ബോക്സിൽ ലിങ്ക് ഇട്ടാ മതിയോ? മതി മാം. ചാറ്റ് ബോക്സിൽ ഞാൻ എഴുതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ടോപ്പിക്സ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ലിങ്കിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് കാണാൻ പറ്റും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ പേപ്പർ റീസെന്റ് 3 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ സ്കീം ഓഫ് ഇവാലുവേഷനും ഞാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇത്രയും നാളത്തെ ബേസിക് ഇലക്ട്രിക്കലിലെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് വിത്ത് ആൻസേഴ്സ് അതിന്റെ ഡ്രൈവിലുണ്ട്. ദെൻ മോഡ്യൂൾ വൈസ്, മോഡ്യൂൾ 1, 2, 3 മോഡ്യൂൾ വൈസ് നോട്ട്, സ്ലൈഡുകൾ, നോട്ടുകളുണ്ട്, ഡീറ്റെയിൽഡ് സ്ലൈഡിൽ ഉണ്ട്. അതിനകത്ത് ഓരോ ടോപ്പിക്സിന്റെ പ്രോബ്ലംസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഡ്രൈവ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രൈവിലുള്ള കണ്ടന്റുകൾ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഡ്രൈവ് ആണ് കൊടുത്തിരിക്കുന്നത്. ആക്സസ് ഉണ്ട് മാം. ഓക്കെ, ആക്സസ് കിട്ടുന്നില്ലേ? യെസ് മാം. ഓക്കെ, അപ്പൊ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ 2019 തൊട്ട് സ്കീമിന്റെ സ്റ്റാർട്ടിംഗ് തൊട്ടുള്ള എല്ലാ ബേസിക്കിന്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കമ്പൈൻഡ് ഉണ്ട്. ദെൻ റീസെന്റ് ലാസ്റ്റ് നടന്ന 3 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ സ്കീം ഓഫ് ഇവാലുവേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ള പാറ്റേൺ അറിയാൻ വേണ്ടി. ദെൻ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവും ഉണ്ട്. ദെൻ എല്ലാ മോഡ്യൂൾ വൈസ് നോട്ടും തന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Thank you, ma'am. Okay, can I leave? Yes, ma'am. Okay, thank you.